ഇന്ന് രണ്ടുപേരും വചനമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നന്ദി പറഞ്ഞു. ഞാനിവിടെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് നിർത്തുന്നതേയുള്ളൂ. ഒരു 10-15 മിനിറ്റ് ഒരു പാട്ട് പാടിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഴപ്പമില്ലല്ലോ. കുഞ്ഞാടിന്റെ തിരുരംഗത്താല് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. അറിയാമല്ലോ. കരങ്ങൾ നിർത്താമോ? അതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാടിന്റെ രംഗത്താല് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവിടുത്തെ സ്ഥലത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് വേറെ ആരുടെയും മിഷൻ വേണ്ട. ശങ്കിലെ ചോര തന്നെ എന്നെ വീണ്ടെടുത്തതാണ്. വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. നമ്മുടെ ആരാധന കേൾക്കുവാന്, കാണുവാന്, ആസ്വദിക്കുവാന് സ്വർഗം തുറക്കും. യോധന്മാര് അസൂയോടെ നോക്കി നിൽക്കും. ഈ നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവിക ശക്തി നിറയുവാൻ ഇവിടുന്ന് കടന്നു പോകുന്നവര് സൃഷ്ടി മുന്നോട്ട് പറയാമോ? മുന്നോട്ട് പോരും. ഒരു സൗഖ്യം അവിടെ വെളിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവെ കടന്നു നമ്മൾ മുടന്തരായിട്ട് നടക്കാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. ശക്തിയോടെ കരങ്ങൾ അടിച്ചേ. നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവത്തിന്റെ സന്നദ്ധത്തിലേക്കാണ് സെറാഫുകൾ ഇങ്ങനെയാ പറഞ്ഞ അവർ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ആരാധിച്ചു. അതുപോലെ നമുക്ക് ആരാധിക്കാം. സ്വർഗം തുറക്കപ്പെടണമെന്നുണ്ട്. ദൂതന്മാര് അസൂയപ്പെടണം. നിങ്ങളിവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെടിവെക്കുന്ന ദിവസമാണ്. ദൈവിക ചിന്തന ഒരിക്കലും കോടിക്കാരങ്ങളെ നിവർത്തി എന്നെ വീണ്ടെടുത്തതാണെന്നുള്ള ബോധ്യം കർത്താവിന് ദൈവത്തിന് ചേർന്ന വിധത്തില് ആരാധിക്കണം. അവന്റെ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തതാണ്. എന്റെ പേര് ചൊല്ലി വിളിച്ചതാണ്. നന്മയ്ക്കായി മാറ്റം, വേദനകൾ നന്മയ്ക്കായി മാറ്റം, രോഗങ്ങൾ നന്മയ്ക്കായി മാറ്റം, തകർച്ചകൾ നന്മയ്ക്കായി മാറ്റം. നന്ദി പറഞ്ഞു. Yeah.
ആരാധിക്കുവാനുള്ള കൃപ തരണമേ.
പെടലി ആയിട്ട് ബന്ധപ്പെട്ട കഴുത്തിന് പുറവശമുള്ള നടുവേദനയുള്ള മുകൾ പാർട്ടാണ്. 3 പേരെ ഈശോ തൊടുകയാണ്. ഒരു സഹോദരനെയും 2 സഹോദരിമാരെയും കർത്താവ് സ്പർശിച്ച് സൗഖ്യം നൽകുന്നതായി വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ 4 ദിവസം തല ഇങ്ങനെ പിളർക്കുന്നത് പോലെ, തല ഇങ്ങനെ പൊട്ടി തെറിക്കുന്ന പുറത്ത് തലവേദന വന്ന് കഴിഞ്ഞ 4 ദിവസമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരിയുടെ തലയെ കർത്താവ് തൊടുകയാണ്. ഒരു രോഗശാന്തിയുടെ സ്പർശനവും കർത്താവ് വിടുതലും തരുന്ന ജോസഫ് എന്ന പേരുള്ള സഹോദരൻ കർത്താവ് തൊടുകയാണ്. നിങ്ങൾ ഒത്തിരി ആങ്സിയസ് ആണ്, ഭാവിയെക്കുറിച്ച് ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനെ കുറിച്ച് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, ആങ്സിയസ് ആണ്. അങ്ങനെ ഉള്ള നിങ്ങളുടെ വിഷമ വേദന ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാൻ കർത്താവ് പറയുന്നു. ആശ്വാസത്തിന്റെ വാതിലുകൾ കർത്താവ് കാണിച്ചു തരുമെന്ന് പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കാൻ കർത്താവ് പറയുന്നു. യേശുവേ നന്ദി. ദൈവം കർത്താവ് ആരാധന ആരാധന ആരാധന. വലത് കാല് നല്ല വേദനയോടുകൂടി കടന്നു വന്നിരിക്കുന്ന ഒരു സഹോദരി, കാലില് നീരുണ്ട്, പ്രത്യേകിച്ച് ആംഗിൾ പാർട്ടും തൈസും തുടയിലും കാലിന്റെ ആ കാഫ് മസിലൊക്കെ നല്ല വേദനയുണ്ട്. ഈശോയുടെ തൊടുകയാണ്. മകളുടെ ഒരു ഭാവിയെ കുറിച്ച്, കരിയറെ കുറിച്ച് ഒത്തിരിയധികം വറീഡായിട്ട് വന്നിരിക്കുന്ന ഒരു അമ്മ, നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ പ്രാർത്ഥന ചെയ്തിരുന്നു. പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുവാണ്, ഉത്തരം ദൈവം തരാൻ പോകുന്നതായിട്ട് കർത്താവ് പറയുന്നു. ഇപ്പോഴുള്ള ആ ജോലി, ചെറിയ ജോലി ദൈവം മാറ്റുന്നു. നല്ല അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള നല്ലൊരു ജോലി ദൈവം തരാൻ പോകുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ടുണ്ടായ ഒരു അനുഗ്രഹമായിട്ടാണ് ഇത് കർത്താവ് കാണിക്കുന്നത്. യേശുവേ നന്ദി ദൈവമേ, ആരാധന ആരാധന ദൈവമേ, ആരാധന കർത്താവെ ആരാധന. കുറച്ച് കാശ് കടം കൊടുത്തിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒരു അത്യാവശ്യം വന്നപ്പോൾ കൊടുത്തതാണ്, നല്ല ഉദ്ദേശത്തിൽ കൊടുത്തതാണ്, പലിശയ്ക്കൊന്നുമല്ല, സഹായിക്കാൻ കൊടുത്തതാണ്. പക്ഷേ നമുക്കൊരു ആവശ്യം വന്നിട്ടും പലപ്പോഴും ചോദിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെ ഒരു സൈൻ കാണുന്നില്ല തരുന്നത് പോലെ. ഈശോയ്ക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് ക്ഷമിക്കാൻ പറയുന്നു. ആ പൈസ ദൈവം കൊണ്ടു തരുമെന്ന് കർത്താവ് പറയുന്നു. അവർ തന്നെ കൊണ്ടുതരും. യേശുവെ അവരെ ക്ഷമിക്കാൻ പറയുന്നു. അവരുടെ ചില പ്രതികരണം എല്ലാം നിങ്ങൾക്ക് ഒത്തിരി മുറിവേറ്റുന്നു. അവരെ പൂർണ്ണമായിട്ട് ക്ഷമിച്ചിടാൻ പറയുന്നു. അവർ തന്നെ കാശ് കൊണ്ട് നിങ്ങളെ എത്തിക്കും, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. യേശുവേ നന്ദി. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, ആരാധന ആരാധന കരമേൽ കർത്താവ് സ്വതന്ത്രമായി യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം. ദൈവമേ നന്ദി. ദൈവമേ ആരാധന. കർത്താവേ ആരാധന. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വചനം 2 പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് ചെറുതായിരിക്കും, അത് ഞാനെടുക്കും. രണ്ടാമത്തെ പാർട്ട് അത് സാരി എടുക്കും. അപ്പോൾ കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ നമ്മൾ സംസാരിച്ച ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, അക്രത്യങ്ങൾ. അക്രത്യങ്ങൾ അല്ലെങ്കിൽ ഇനിക്വിറ്റീസ്, അതിൻ്റെ ഒരു പാർട്ട്, ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ ഞാൻ എടുക്കുവാണ്. പ്രിയ സഹോദരൻ, അക്രത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് പാപം തന്നെയാണ്. പക്ഷേ അതിക്രമങ്ങൾ എന്ന് പറയുന്നതും ട്രാൻസ്ഗ്രഷൻസും അതും പാപം തന്നെയാണ്. അതിക്രമങ്ങൾ നമ്മളെല്ലാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ, വചനം ലംഘിക്കുമ്പോൾ, തിരുഹിതം ലംഘിക്കുമ്പോൾ പാപം കടന്നു വരുന്നു. അത് അതിക്രമങ്ങളിൽ പെടുത്താം. അപ്പോൾ പശ്ചാത്താപിക്കുന്നു, കുമ്പസാരിക്കുന്നു, അത് അവിടെ കൊണ്ട് തീർന്നു. പിന്നെ അതിന് കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷെ ഒരു പാപം അതിക്രമങ്ങളായിട്ട് കടന്നു വരുന്നു, നമ്മൾ വയലേഷനായിട്ട് കടന്നു വരുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷനായിട്ട് കടന്നു വരുന്നു. പക്ഷെ അത് നമ്മൾ കുമ്പസാരിച്ച് തീർത്തു. കുറെ കഴിഞ്ഞിട്ട് അതേ പാപം നമ്മെ വീണ്ടും സ്വാധീനിക്കുന്നു. നമ്മൾ പാപത്തിൽ വീഴുന്നു, കുമ്പസാരിക്കുന്നു, പാപമോചനം, പശ്ചാത്താപം കുമ്പസാരിക്കുന്നു, പാപമോചനം ലഭിക്കുന്നു. ഇത് അവിടെ കൊണ്ട് തീർന്നു. വീണ്ടും 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 ഈ പാപം തന്നെ റീവിസിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒരു പാറ്റേണായിട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ പാപം അതിക്രമങ്ങൾ എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ നിന്ന് മാറി അകൃത്യങ്ങളായിട്ട് മാറുന്നു, ഇനിക്വിറ്റീസ് ആയിട്ട് മാറുന്നു. ഈ അകൃത്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തലമുറകളോളം അത് മാറി മാറി അത് കടന്നു പോകും.
അപ്പോൾ തിരുവചനത്തിൽ നോക്കുമ്പോൾ ദാവീദ് രാജാവ് പോലും പറയുന്നുണ്ട്, അകൃത്യങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്ന് പറയുന്നത്. അത് വചനത്തോടെ നമ്മൾ കാണാൻ പോവാം. അപ്പോൾ അകൃത്യങ്ങൾ നമ്മൾ ഒന്നാം പ്രമാണ ലംഘനത്തെ കുറിച്ച് SRM ഫാമിലീസിന് വേൾഡ് വൈഡ് നന്നായിട്ട് അറിയാം. അവർ ഒന്നാം പ്രമാണം ഒരിക്കലും ലംഘിക്കുകയില്ല. കുഞ്ഞുമക്കൾക്ക് പോലും എഡ്യൂക്കേറ്റഡ് ആണ് ആ കാര്യത്തിൽ. പക്ഷേ പലപ്പോഴും നമുക്കറിയാം, വ്യാജദേവന്മാരെ ആരാധിക്കുന്ന സ്ഥലം, അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളിലൊന്നും നമ്മൾ ആരും പോവുകയല്ല. ഒരുപാട് വചനങ്ങളും ക്ലാസ്സുകളും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഫാമിലി ട്രീയുടെ ഒരു ക്ലെൻസിങ്, ഫാമിലി ട്രീയിലുള്ള ഒരു ബന്ധനങ്ങളെല്ലാം തകർത്ത് ഫാമിലി ട്രീയിൽ ഒരു സൗഖ്യം ഉണ്ടാകാനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഉപവസിച്ചിരിക്കുന്ന നമുക്ക് പലപ്പോഴും അറിയാതെ അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് വിട്ടുപോകുന്ന ഒരു ഏരിയയാണ് അകൃത്യങ്ങൾ. അപ്പൊ അകൃത്യങ്ങൾ എന്ന് പറയുന്നത് അതിക്രമങ്ങളിലൂടെ കടന്നു വരുന്ന പാപം, അത് പശ്ചാത്താപിച്ച് കുമ്പസാരിക്ക് വിട്ടുപോകുന്നു. ഇതേ പാപം വീണ്ടും 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 നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സാക്ഷിയെ ഫ്രീസ് ചെയ്യുന്നു. പിന്നെ ആ പാപം ചെയ്താൽ നമുക്ക് തെറ്റ് ചെയ്തതായിട്ടുള്ള ഒരു തോന്നൽ, ഒരു ചിന്ത, ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു പാപബോധം ഉണ്ടാകുന്നില്ല. കാരണം റിപ്പീറ്റഡ് ആണ്, പാറ്റേൺ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സാക്ഷി അങ്ങ് മരവിച്ചു, തെറ്റ് ചെയ്തെന്നുള്ള ഒരു പശ്ചാത്താപം വിട്ടുപോയി. അതുപോലെ പാപബോധം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നില്ല. കാരണം ഇത് നമ്മുടെ ലൈഫിൽ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറിയിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പാപം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നു, അത് തിരുവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പാപമാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഒരു രീതിയിലുള്ളവർക്ക് ഒരു പശ്ചാത്താപമോ ഒരു പാപബോധമോ ഉണ്ടാക്കുന്നില്ല. അത് നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ കൾച്ചറുടെ പാർട്ടായിട്ടും പാർസലായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറിയിരിക്കുമ്പോൾ ഇത് അകൃതികൾ എന്ന സ്റ്റാറ്റസിലോട്ട് അത് മാറുന്നു. ഇത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിലോട്ട് അത് മാറുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ നുണ പറയുന്നവരുണ്ട്. ചിലർ വെറുതെ നുണ പറയും. നീ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, ഞാൻ അങ്ങോട്ട് പോവാം, ഏറ്റുമാനൂരിലോട്ട് പോവാം. അവൻ പോകുന്നത് എങ്ങോട്ടായിരിക്കും? പറഞ്ഞ് എറണാകുളത്തോട്ടായിരിക്കും. അവൻ പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏറ്റുമാനൂരിൽ പോകാമെന്നാണ് പറയുന്നത്. ചുമ്മാ ഒരു കാര്യമില്ല. ഇത് പറഞ്ഞത് കൊണ്ട്, സത്യം പറയുന്നത് കൊണ്ട് അവന് നഷ്ടമില്ല. കേൾക്കുന്ന ആളുകളുടെ ലൈഫിൽ ഒന്നും ഇടപെടാൻ പോകുന്നില്ല, ഡാമേജ് വരുന്നില്ല. പക്ഷേ വാ തുറന്ന നുണകൾ മാത്രമേ പറയുകയുള്ളൂ. ഇപ്പൊ നുണ പറയുന്നതായിട്ട് അവനൊന്നും അറിയാൻ പറ്റത്തില്ല. എനിക്കൊരു ഫ്രണ്ടുണ്ട്, പൊളിറ്റീഷ്യനാണ്. പുള്ളി എല്ലാ ദിവസവും നല്ല പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. പക്ഷെ വാ തുറന്നാൽ നുണ മാത്രമേ പറയുള്ളൂ. അപ്പോൾ നുണ പറയുമ്പോൾ നമുക്ക് ചില ഫോറൻസിക് സിംറ്റം ഉണ്ട്. അറിയാതെ മൂക്കിൽ ഇങ്ങനെ കൈവെക്കും, അല്ലെ തലയിൽ ഇങ്ങനെ വെക്കും, അല്ലെ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യും, അതല്ലെങ്കിൽ ബട്ടൺ എന്തെങ്കിലും പിടിക്കും. അത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് നുണ പറയുന്നവരെ, നുണ സാധാരണ പറയാത്തവർ നുണ പറയുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഫോറൻസിക് ലാംഗ്വേജ് ഒരു പാർട്ടാണ്. പക്ഷെ ഈ പുള്ളി കണ്ണി നോക്കി തന്നെ നുണ പറയും. നുണ പറയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതേ പറ്റിക്കാത്ത വഞ്ചിക്കാത്ത ആൾക്കാർ ആരുമില്ല. അതുപോലെ ലൈ ഡിറ്റക്ടർ വെച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവൻ്റെ ലൈഫ് സ്റ്റൈലായിട്ട് അത് മാറിയിരിക്കുക. നുണ പറഞ്ഞ് വഞ്ചിക്കുക, പറ്റിക്കുക. ഇത് അകൃത്യങ്ങളാണ്. ചില ആൾക്കാരുണ്ട് ഫിനാൻഷ്യൽ ഓഫൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രാർത്ഥന കാര്യങ്ങളിലൊക്കെ പക്കായിരിക്കും. പക്ഷേ സാമ്പത്തിക കാര്യങ്ങൾ വരുമ്പോൾ അവരതിൽ ഒരു പ്യൂർ അല്ലെങ്കിൽ ക്ലീൻ ആയിരിക്കത്തില്ല. ഇത് അക്രമികൾ ലെവലിലോട്ട്, സ്റ്റാറ്റസിലോട്ട് അത് മാറിക്കഴിഞ്ഞു. ആൽക്കഹോളിസം, മദ്യപാനം, നുണ പറച്ചിൽ, വയലൻസ്, അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, ചീത്തകളി, ഇത്, അതുപോലെ ലൈംഗിക പാപങ്ങൾ ആവർത്തിച്ച് 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 ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കൽ പറ്റുന്നതല്ല, പലപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളതല്ല അകൃത്യങ്ങൾ ലെവലിലോട്ട് പൊട്ടിയിടുന്നത്. മോഷ്ടിക്കുന്നത്, അവർ വീണ്ടും വീണ്ടും മോഷ്ടിക്കും. ആക്സിഡന്റിൽ സംഭവിച്ചാൽ ഞാൻ പറയുന്നത് അത് അതിക്രമങ്ങളിൽ പെടുന്നു. പക്ഷെ വീണ്ടും വീണ്ടും മോഷ്ടിച്ച് ജീവിതം തന്നെ മോഷ്ടത്തിലൂടെയാണ്, വഞ്ചനയിലൂടെയാണ് ജീവിതം നടത്തുന്നത്. ഇത് അകൃത്യങ്ങളിൽ പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മരവിച്ച മനസാക്ഷി കുത്തുന്നില്ല, തെറ്റ് ചെയ്തതായിട്ട് ഒരു ബോധമില്ല, പാപബോധം അവിടെ ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് പശ്ചാത്താപമില്ല. പക്ഷെ ദൈവത്തോട് കൂടെ അടുത്ത് നിൽക്കുന്നവരാണ്. ഇതൊരു സീക്രട്ട് പാപമാണ്, അകൃത്യങ്ങൾ. ഇനി ഇതിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒന്നായിട്ട് അത് മാറിക്കഴിഞ്ഞു. അടുത്തത് എന്ത് പറയും? ഈ പാപം നമ്മുടെ പെരുമാറ്റത്തിലെ പല മാറ്റങ്ങൾ ഈ കൊണ്ടുവരും. നമ്മുടെ ചിന്തകൾ, പെരുമാറ്റങ്ങൾ, വിചാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും വരുമ്പോൾ ഈ അകൃത്യങ്ങൾ നമ്മുടെ ഫാമിലി ട്രീയിലുള്ളപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന്
ഫാമിലി ട്രീയിലോട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ആ ഫാമിലി ട്രീയിൽ സാത്താൻ കടന്നു വരാനുള്ള വാതില് ഈ അകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇനിക്വിറ്റീസ് തുറന്നു കൊടുക്കുന്നു. ഇവിടെ ഇനിക്വിറ്റീസ് എന്ന് പറയുന്ന പാപങ്ങൾ മാത്രമല്ല, പശ്ചാത്താപമില്ലാത്ത പാപം മാത്രമല്ല, അതിലൂടെ കടന്നു വരുന്ന ലീഗൽ ഗ്രൗണ്ട് ക്ലെയിം ചെയ്യുന്ന പൈശാചികമായ ശക്തികളും അതിന് കൂടെ കൂട്ടു നിൽക്കുന്നു. ഇപ്പൊ ഇതിന്റെ ഡയമെൻഷൻ വളരെ പവർഫുൾ ആയിപ്പോയി. ദുഷ്ടാരൂപികള് പാപത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. ഈ പാപങ്ങൾ പശ്ചാത്താപമില്ലാതെ കിടക്കുന്നു. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു പാർട്ടായിട്ട് മാറുന്നു. അക്രതികൾ എന്ന സ്റ്റേറ്റസിലോട്ട് മാറിക്കഴിഞ്ഞു. ഇത് ഫാമിലിയെ കറക്റ്റ് ചെയ്യും. പിന്നെയോ ഇത് തലമുറകളോളം കണ്ടിന്യൂ ചെയ്യും. മദ്യപാനിയുടെ മക്കള് 5 പേരുണ്ടെങ്കിൽ 1-2 പേര് മദ്യപാനത്തിൽ വീണിരിക്കും. എല്ലാവരും വീണൊന്നുമില്ല. അതേപോലെ നുണ പറയുന്നവരാണെങ്കിൽ അവരുടെ മക്കൾ അതുപോലെ പറയും. ചീത്ത വിളിക്കുന്ന കുടുംബത്തിൽ പേർ അവരുടെ മക്കളുടെ പറഞ്ഞ ചീത്ത വിളി അവരുടെ നോർമൽ ലാംഗ്വേജ് പോലെ പറയും. ഇത് അക്രതികൾ. അവർ തെറ്റ് പറഞ്ഞായിട്ട് തോന്നുന്നില്ല. ഇന്ന് എഫ് ഉണ്ടല്ലോ, ഇംഗ്ലീഷിൽ എഫ് എന്ന് പറയുന്ന ഒരു വേർഡ് തുടങ്ങുന്ന ഒരു ചീത്ത വിളിയുണ്ട്. മിക്കവാറും എല്ലാ പിള്ളേരും സംസാരിക്കുന്നതാണ്. അവർക്കിന്ന് എഫ് പറയുന്നത് തെറ്റായിട്ട് തോന്നുന്നേ ഇല്ല. കാരണം മനസ്സാക്ഷി കുത്തുന്നില്ല, തെറ്റെന്നുള്ള ബോധ്യം വരുന്നില്ല, പാപബോധം വരുന്നില്ല. എഫ് എന്ന് പറയുന്നത് ചീത്തയാണ്. പക്ഷെ ഇത് എല്ലാവരും നോർമലായിട്ട് പറയുന്ന ഇംഗ്ലീഷ് മൂവിയിൽ അത് മാത്രമേ ഉള്ളൂ. അവൻ പറയുന്ന വാക്ക് കേൾക്കുകയില്ല, നമുക്ക് ഈ വാക്ക് മാത്രം കേൾക്കും മൂവി കാണുമ്പോൾ. അതുപോലെ ഇംഗ്ലീഷ് മൂവി മൊത്തം എഫ് വാക്കുകളാണ്. പ്രത്യേകിച്ച് മിലിറ്ററി മൂവി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇത് തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് അകൃത്യങ്ങളാണ്. നമ്മുടെ ഫാമിലി ട്രീയിൽ വരുമ്പോൾ തലമുറകളായിട്ട് ഇത് കടന്നു വരും. ഇത് പൈശാചികമായ ശക്തി കേന്ദ്രങ്ങൾ നമ്മുടെ ഫാമിലി ട്രീയിൽ സ്ഥാപിക്കാനായിട്ട് തുറന്നു കൊടുക്കുന്ന വാതിലാണ്. അപ്പൊ ഇതിനു വേണ്ടി പശ്ചാത്തലം. ഫാമിലി ട്രീയുടെ ബന്ധനങ്ങളിൽ മാറ്റണം എന്ന് പറയുമ്പോൾ 1-ാം പ്രമാണ ലംഘനം മാത്രമായിട്ട് കാണരുത്. അതൊരു സൈഡേ ഉള്ളൂ. അക്രതയങ്ങൾ പേഴ്സണലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടായിട്ട് മാറുന്നു. മനസ്സാക്ഷി മരവിച്ചു പോകുന്നു. തെറ്റായിട്ട് തോന്നുന്നില്ല, പാപബോധം ഉണ്ടാവുന്നില്ല, പശ്ചാത്തലപ്പിക്കാൻ പറ്റുന്നുമില്ല. എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തലമുറകൾ ഓരോ തലമുറയിലും ഇതിന്റെ വെയിറ്റേജ് കൂടി വരും. ബേർഡൻ കൂടി വരും. അത്രയും സ്ട്രോങ് ആയിട്ട് പൈസയുടെ ശക്തികൾക്ക് സ്ട്രോങ്ങുകളിലൂടെ ലീഗൽ ഗ്രൗണ്ട് ലഭിക്കുകയും ചെയ്യും. ഇത് പശ്ചാത്തലപ്പിക്കേണ്ട മേഖലയാണ്, തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മൾ ഇതിൽ നിന്ന് ഈ മേഖല ഉപേക്ഷിക്കേണ്ടതാണ്. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ തലമുറകളിലോട്ടും അത് മാറുന്നു. അടുത്തത് ചില പോയിന്റുകൾ നമ്മൾ കാണുവാണ്. ഇനി പ്രിയ സഹോദരങ്ങളെ, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അകൃത്യങ്ങളുണ്ട്. എങ്ങനെയാണ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അകൃത്യങ്ങൾ? നമുക്ക് ബൈബിളിൽ 2 സാമുവേൽ 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഡിസ്പ്ലേ ഉണ്ടോ? 2 സാമുവേൽ 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനം എല്ലാവരും ചോദിച്ച് വായിക്കാം. ദാവീദിന്റെ ഭരണകാലത്ത് എല്ലാവരും ചേർന്ന് വായിക്കാം. 3 വർഷം തുടർച്ചയായ ക്ഷാമമുണ്ടായി. ദാവീദ് കർത്താവിന്റെ ആരാധന അവിടെ അന്വേഷിച്ചു. സാവൂൾ സീദോനിക്കാരെ കൊണ്ടുവന്നിട്ട് അവന്റെയും കുടുംബത്തിന്റെയും രക്തപാത അടച്ചുകൊണ്ട്. അതുകൊണ്ട് രാജാവ് ഗിബെയോൻകാരെ അയച്ചു. ഗിബെയോൻകാർ ഇസ്രായേലിലല്ല, അമോര്യരുടെ ഒരു ചെറു വിഭാഗമായിരുന്നു. അവരെ ഉപദ്രവിക്കില്ലെന്ന് ഇസ്രായേലിനെ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂദായെയും കുറിച്ചുള്ള തീഷ്ണതയിൽ സാവൂൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ദാവീദ് ഗിബെയോൻകാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ കർത്താവിന്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? ഗിബെയോൻകാർ മറുപടി നൽകി, സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ആരെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാവീദ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഇസ്രായേൽ ദേശത്തെങ്കിലും ഞങ്ങൾക്ക് ഇടമുണ്ടാകാതിരിക്കേണ്ടതിന് മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവരുണ്ടല്ലോ. അവന്റെ പുത്രന്മാരിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവിന്റെ പർവ്വതമായ ഗിബെയോനിൽ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ. രാജാവ് പറഞ്ഞു, ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. അത് സമയം കുറവാണ്. അപ്പോ നമുക്കറിയാം, ആ രാജ്യത്ത് ക്ഷാമം ഉണ്ടാകുന്നു. ക്ഷാമത്തിന്റെ കാരണം അല്ലെങ്കിൽ ഫെമൈൻ്റെ പഞ്ഞത്തിന്റെ കാരണം എന്താണെന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ രക്തപാതക കുറ്റമുണ്ടെന്ന്
കർത്താവ് വെളിപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഗിബെയൻകാർ അതിൽ വരുന്നു. അപ്പോൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് ആ 7 പേരെ തൂക്കിക്കൊല്ലപ്പെടുന്നു. അതോടുകൂടി ആ രാജ്യത്ത് ബാധിച്ചിരുന്ന ക്ഷാമം വിട്ടുപോയി. ഇതിപ്പോൾ ഒരു രാജ്യസംബന്ധമായിട്ടുള്ള ലാൻഡ് സംബന്ധമായിട്ടുള്ള ഒരു പാപം, രക്തപാതക കുറ്റം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ മേൽ ക്ഷാമമായിട്ട് പഞ്ഞമായിട്ട് ഫെമൈനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കണം. അത് പരിഹാരം ചെയ്തപ്പോഴത്തേക്കും അതങ്ങ് വിട്ടുപോയി. അല്ലേ? പരിഹാരം മാത്രമല്ല, പശ്ചാത്താപത്തിലൂടെ ചെയ്തതോടുകൂടി അത് വിട്ടുപോയി. അപ്പോൾ ചില ലാൻഡിൻ്റെ മേൽ ചില ഒരു ലാൻഡിൻ്റെ മേൽ നമ്മൾ ആരെങ്കിലും വഞ്ചിച്ച് ഒരു ലാൻഡ് കരസ്ഥമാക്കുകയോ അത് തലമുറകളായിട്ട് ആ ലാൻഡ് നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയോ ചെയ്താൽ അതിൻ്റെ മേൽ ഏതെങ്കിലും രീതിയിലുള്ള പൈശാചിക ശക്തികളുടെ ഒരു സ്വാധീനം കടന്നു വന്ന് അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തും. ഇനി കൊലപാതകം, കത്തിക്കുത്ത്, അതുപോലെ കൊലപാതകം നടന്ന ഒരു സ്ഥലം അത് ഒരു അനീതിയിലൂടെ നടന്നിരിക്കുന്നെങ്കിൽ ആ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഇനിക്വിറ്റീസ്, കൊലപാതക കുറ്റത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ശാപത്തിൻ്റെ എല്ലാ മേഖലകളും അതിൽ കടന്നു വരും. അത് പശ്ചാത്താപിക്കാതെ നമ്മൾ അടുത്ത തലമുറയിലേക്ക് അത് മാറ്റി കൊടുക്കുന്നതുകൊണ്ട് അവിടുത്തെ പ്രശ്നം മാറത്തില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. എനിക്കൊരു കുടുംബത്തെ അറിയാം. അവർക്ക് മംഗലാപുരത്ത് 300 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട്. കാഞ്ഞിരപ്പള്ളി ആ പ്രദേശത്തുള്ളവരാണ്. 3 തലമുറകളിൽ ആദ്യത്തെ പുറകോട്ട് നോക്കുകയാണ് 3ാമത്തെ തലമുറയിൽ വാങ്ങിച്ച ലാൻഡും എസ്റ്റേറ്റും ഒക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ മക്കൾ ഇപ്പോൾ കാണുന്ന 2 തലമുറ. അവർക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വിട്ടുമാറാൻ പറ്റാത്ത രീതിയിലുള്ള ദാരിദ്ര്യമാണ്. ആ കുടുംബത്തിൽ പ്രൊഫസേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുണ്ട്, എഡ്യൂക്കേഷനുള്ള പലരുമുണ്ട്. പക്ഷേ ലിക്വിഡ് ക്യാഷ് ഇവർ 5 പൈസ ഇവർക്ക് കയ്യിലില്ല. അത്രയ്ക്കും ദാരിദ്ര്യമാണ്, അത്രയ്ക്കും പ്രശ്നങ്ങളുള്ളതാണ്. ഒരിക്കൽ ഇവരുമായിട്ട് പ്രാർത്ഥിക്കാനിടയായി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി. അതിൽ പലതും ബ്ലഡ് ഗിൽറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പൂർവ്വതാക്കന്മാർ ചെയ്തത് ആ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം അത് പിടിച്ചെടുക്കാനായിട്ട് അവർ ചെയ്ത കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്താപിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾ നമുക്ക് ബ്രേക്ക് ചെയ്യാം. പക്ഷേ ഇനിക്വിറ്റീസ്, അക്രതികൾക്ക് നിങ്ങൾ പരിഹാരം കാണേണ്ടത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഇനി നിങ്ങൾ അവരുടെ പൂർവ്വതാക്കന്മാർ എന്തെങ്കിലും ഉപദ്രവിച്ച കുടുംബങ്ങൾക്ക് അവരുടെ മക്കൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്ത് സപ്പോർട്ട് കൊടുത്ത് നിങ്ങൾ ഇത് പുറത്തു വരിക എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങൾ, പിന്നീട് എന്നാന്ന് എനിക്കറിയത്തില്ല, ഒരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ ഇത് ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇനിക്വിറ്റീസ് ആണ്, അല്ല അക്രതികളാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുള്ള സമയക്കുറവുള്ളതുകൊണ്ട് സങ്കീർത്തനങ്ങൾ 119 അധ്യായം 133 വചനം, 119 and 133 എല്ലാവരും ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 119 അധ്യായം 133 വചനം ചേർന്ന് വായിക്കാവോ? അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്റെ പാദങ്ങൾ പതറാതെ കാക്കണമേ, അക്രതികൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുത്. 133 പറയാം. 119 133 ഒന്നുകൂടി എല്ലാം ചേർന്ന് വായിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാ. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് കാക്കണമേ, അക്രതികൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുത്. അക്രതികൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുത്. കാരണം ഈ അക്രതികൾക്ക് ഫാമിലി ട്രീയെ കറക്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്, നെഗറ്റീവ് പവറുണ്ട്. അക്രതികൾ സാത്താനികമായ പൈശാചികമായ ശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പിശാചി കടന്നു വരാൻ അവർക്ക് ലീഗൽ ഗ്രൗണ്ട് നൽകുന്നു. അക്രതികൾ പാപമാണ്. അതായത് ആവർത്തിച്ച് വീണ്ടും പാപബോധമോ പശ്ചാത്താപമോ ഇല്ലാതെ ചെയ്യുന്ന, അത് പാപം ചെയ്തതായിട്ട് ഒരു ഫീലിംഗുമില്ല. അത് ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടായിട്ട് മാറി, നമ്മുടെ ക്യാരക്ടറിന്റെ പാർട്ടായിട്ട് മാറി, നമ്മുടെ നേച്ചറിന്റെ പാർട്ടായിട്ട് മാറി. ഇത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് പശ്ചാത്താപത്തിന് അവിടെ സ്ഥാനം വരുന്നില്ല, സാഹചര്യങ്ങൾ വരുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഉള്ളതാണ് അക്രതികൾ. അപ്പൊ ദാവീദ് രാജ പറയുകയാണ്, അക്രതികൾ എന്നെ കീഴടക്കാൻ അനുവദിക്കരുത്. സൈലന്റ് കില്ലറാണ്. ഈ അക്രതികൾ പശ്ചാത്താപിക്കാത്ത പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫാമിലിയിൽ കിടക്കുന്നിടത്തോളം എത്ര ബന്ധന പ്രാർത്ഥനകൾ ചൊല്ലിയാലും ഈ പാപം എന്ന് പറയുന്ന അക്രതികൾക്ക് വേണ്ടിയുള്ള ഇത് പശ്ചാത്താപം, ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്.
കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു തിരുത്തൽ അവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ഫാമിലി ട്രീ ക്ലീനിങ് അല്ലെങ്കിൽ ഹീലിംഗ് അല്ലെങ്കിൽ ക്ലെൻസിങ് അത് പൂർണ്ണമാവില്ല. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെടുത്ത് നിർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രണ്ടാമത് പറയുന്നത് നാഷണൽ ഇനിക്വിറ്റി. ദേശം മുഴുവനും ഒരാളുടെ ഭരണാധികാരിയുടെ പ്രശ്നം കാരണം, തെറ്റ് കാരണം, അവൻ ചെയ്ത പാപങ്ങൾ കാരണം ദേശം മുഴുവനും ഒരു 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 സഹനത്തിലൂടെ അല്ലെങ്കിൽ നാശത്തിലൂടെ കടന്നു പോവാണ് ഈ അക്രമികൾ കാരണം. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇന്ത്യൻസ് ആണല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, ഇന്ത്യ മൊത്തം നയിക്കുന്ന ഒരാളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേറൊരു രാജ്യത്തിലേക്ക് സന്ദർശിച്ചപ്പോൾ അവരെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് ആ രാജ്യത്തുള്ള ജനങ്ങളെയും ഭരണാധികാരികളെയും ഒരുപാട് ഇൻസൾട്ട് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ, വേണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ആ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നു. അവസാനം വാറായിട്ട് മാറുന്നത് കാണുക, രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ ഒരു രാജ്യ തലവന്റെ തെറ്റ് കാരണം ആ രാജ്യത്തുള്ള കമ്പനികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, ജനങ്ങൾ, ഇവർ എല്ലാവരും അവർ സഹനത്തിലൂടെ കടന്നു പോയിട്ട് വരുന്നു. കാര്യം ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്, ആ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യ തലവനാണ്. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ നമ്മൾ കുടുംബനാഥനിൽ അക്രമീകളുടെ ഡോർവേ ഉണ്ടെങ്കിൽ, ഗേറ്റ് ഉണ്ടെങ്കിൽ, അത് കാരണം കുടുംബം മുഴുവനും സഹനത്തിലൂടെ, പെയിനിലൂടെ, ബന്ധനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. കുടുംബനാഥയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുപോലെ ഉണ്ടെങ്കിൽ, പശ്ചാത്താപിക്കാത്ത പാപങ്ങളുണ്ടെങ്കിൽ അത് ഇതുപോലെ കടന്നു പോകേണ്ടി വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:4. യെശയ്യാ 1:4 എല്ലാവരും ചേർന്ന് വായിക്കണം. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ, അവർ കർത്താവിനെ പരിചരിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്നും അകന്നു പോയി. ഒരു ദേശം മുഴുവൻ ദൈവം തള്ളി പറഞ്ഞു. അക്രമീകൾ, സൊദോം ആൻഡ് ഗൊമോറ നമുക്കറിയാം. ഇനി നിനിവേയെ പറ്റി നമുക്കറിയാം. ദൈവം നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ആ രാജ്യത്തിലെ ജനങ്ങളും രാജാവും ഭരണാധികാരികളും അടക്കം എല്ലാവരും ഉപവസിച്ച് കണ്ണുനീരോട് കർത്താവിന്റെ കരുണയ്ക്കായി അപേക്ഷിച്ച് ദൈവം അവരുടെ മാനസാന്തരത്തെ കണ്ട്, പശ്ചാത്താപത്തെ കണ്ട് ദൈവം പറഞ്ഞ ആ വിനാശം ആ രാജ്യത്തിൽ ചെയ്തില്ല. പ്രിയ സഹോദരങ്ങളെ, ദേശം മുഴുവനും കടന്നു വരുന്ന അകൃത്യം, ആ ഭരണാധികാരിയുടെ തെറ്റ് കാരണം ദേശം മുഴുവനും ആ വിനാശത്തിന് ഇടയാകുന്നു. ഇന്ന് ലോകത്ത് നമുക്ക് കാണാം, പല രാജ്യങ്ങളിലും ജനങ്ങൾ നല്ലവരാണ്, പക്ഷെ ഭരണാധികാരികളുടെ ആ ചില പോളിസി കാരണം ആ ജനങ്ങൾ പീഡനത്തിലൂടെ കടന്നു പോവുക. ഇത് ആ രാജ്യത്തേക്ക് വന്നിരിക്കുന്ന ഇനിക്വിറ്റിയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്തൊക്കെയാണ് ഇത്? ഒരു രാജ്യം അബോർഷൻ ശരിയാണെന്ന് പറഞ്ഞിട്ട് അവര് ഒരു ബില്ല് പാസ് ചെയ്യുന്നു പാർലമെന്റിൽ. അപ്പൊ അബോർഷൻ ഇത് കറക്റ്റാണ്, നിയമപരമായി കുഴപ്പമില്ല, ഇത് ശരിയാണ്, ആർക്കും ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ബില്ല് പാസ് ലീഗലൈസ് ചെയ്യുന്നു. അപ്പൊ ഇത് കുഞ്ഞു മക്കളെ കൊല്ലാനുള്ള ഒരു ലൈസൻസ് പോലെ, അനുവാദം പോലെ രാജ്യം കൊടുക്കുക. ഇത് അക്രമങ്ങളുടെ ഒരു പാർട്ടായിട്ട് പിന്നീട് രാജ്യത്തിനുള്ളിൽ ഭാവിക്കണം. അതുപോലെ സ്വർഗബോധം ശരിയാണെന്നും സെയിം സെക്സ് മാരേജ് ഓക്കെ ആണെന്നും പറയുന്ന ഒരു ബില്ല് ഒരു രാജ്യം പാസ് ചെയ്യുവാണ്. ഇത് ആ രാജ്യത്തിന് മേൽ അക്രമമായിട്ട് തലമുറകളിൽ വന്ന് ഭവിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പല സെക്ഷൽ ഇമ്മോറാലിറ്റി, വിഭചാരം അല്ലെങ്കിൽ അവിഹിത ബന്ധം ഓക്കെയാണ്, ഓരോ വ്യക്തികളുടെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമാണ് എന്ന് വിവാഹം എന്ന ആ ഒരു കുദാശയെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രമേയം, ഒരു ബില്ല് ഒരു പാർലമെന്റിൽ പാസ്സായി നിയമമായിട്ട് മാറ്റുകയാണ്. അങ്ങനെ ഒരുപാട് ആ സെക്ഷൽ സെൻസ്, സെക്ഷൽ ഇമ്മോറാലിറ്റി, അവിഹിത ബന്ധങ്ങൾ അത് വർദ്ധിക്കുന്നു. പല കുടുംബങ്ങൾ ചിന്നാഭിന്നമായി തീരുന്നു. അത് വ്യഭിചാരം വർദ്ധിക്കുന്നു. ഇത് വ്യഭിചാരം എന്നുള്ള ബോധ്യം ആർക്കുമില്ല, അവിഹിത ബന്ധമാണെന്നുള്ള ബോധ്യം ആർക്കുമില്ല. കാരണം ആ രാജ്യത്തിന്റെ നിയമം അതിനെ ശരിവെച്ചിരിക്കുകയാണ്. ഇത് അക്രമമായിട്ട് ആ രാജ്യത്തിന്റെ മേൽ വന്ന് പതിക്കും. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 1 മുതൽ 4 വരെ. ഇവിടെ സോളമൻ രാജാവിനെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും ജ്ഞാനം ഉണ്ടായിരുന്ന
ഒരു വ്യക്തിയാണ് സോളമൻ രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണം നല്ലതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അവസാന ദിവസങ്ങളിൽ എന്നെ പറ്റി അദ്ദേഹം വിജാതീയരായ അവിശ്വാസികളായ പല സ്ത്രീകളെ ഭാര്യമാരായിട്ട് അദ്ദേഹം മാറ്റി. 999 പേരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് പേര് ഭാര്യമാരായിരുന്നു, കുറച്ച് പേര് ഈ കൺകുബിൻസ് ആയിരുന്നു, കീപ്പായിരുന്നു. അങ്ങനെ സോളമൻ രാജാവ് ലോകത്തിൽ ഇതുവരെ ആർക്കും കിട്ടാത്ത, ഇനി കിട്ടാൻ പോകാത്ത ജ്ഞാനമുള്ള സോളമൻ രാജാവ് ദൈവം അപ്പോയിന്റ് ചെയ്ത രാജാവാണ്. ആ രാജാവിന് എന്ത് പറ്റി? ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അവിശ്വാസികളായ സ്ത്രീകളെ, വിജാതിരിയുടെ സ്ത്രീകളെ നീ വിവാഹം ചെയ്യരുത് കർത്താവ് പറഞ്ഞത് ലംഘിച്ച് അദ്ദേഹം ആ സൗന്ദര്യത്തിൽ പെട്ടു. വേറെ കൾച്ചറിൽപ്പെട്ട, വേറെ വിശ്വാസത്തിൽപ്പെട്ട, വേറെ ജാതിയിൽപ്പെട്ട, ജാതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഗോത്രമാണ് പറയുന്നത് ഇവിടെ പെട്ട സ്ത്രീകളെ ഇദ്ദേഹം വിവാഹം കഴിച്ചു. എന്നിട്ട് വാർദ്ധക്യത്തിലോ എന്ത് പറ്റി? ആ ഭാര്യമാർ അവരുടെ ദേവന്മാരായ ബാലിനെ ആരാധിക്കാനായിട്ട് ബാലിന്റെ അമ്പലത്തിലേക്ക് സോളമൻ രാജാവെ കൊണ്ടുപോവുകയും സോളമൻ രാജാവ് വാർദ്ധക്യത്തില് കർത്താവായ യേശു കർത്താവല്ല, ദൈവമായ കർത്താവായ യഹോവയെ ഉപേക്ഷിച്ച് ഭാര്യമാരുടെ വ്യാജ ദേവന്മാരെ, അന്യ ദേവന്മാരെ അദ്ദേഹം ആരാധിക്കുകയും ചെയ്തു. ഇത് നിമിത്തം ആ സോളമൻ രാജാവിന്റെ സാമ്രാജ്യം മക്കളിൽ നിന്ന് മക്കളിലേക്ക് തകർന്ന് തരിപ്പണമായിട്ട് രാജ്യം നശിച്ചു. ഒരു രാജാവ് ഭരണാധികാരിയുടെ തെറ്റ് കാരണം, അക്രമം കാരണം ആവർത്തിച്ച് ചെയ്യുക, ആ തലമുറകൾ തന്നെ നശിക്കുകയും രാജ്യം നശിക്കുകയും ചെയ്യുക. വായിക്കാം. 1 രാജാക്കന്മാർ 11:1-4 വരെ. സോളമൻ രാജാവ് വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറോയുടെ മകളെയും മോവാബ്യർ, അമ്മോനിയർ, ഏദോമ്യർ, ഫിലിസ്ത്യർ, ഹിത്യർ എന്നീ എല്ലാവരും വായിക്കണം. നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. അവരെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. അവന് 700 ഭാര്യമാരും 300 ഉപകാരികളും ഉണ്ടായിരുന്നു. അവർ അവന്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. സോളമൻ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരെ വ്യതിചലിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിന്റെ വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടത്തോട് അനുകൂല വിശ്വസ്തത കാണിച്ചില്ല. അതുകൊണ്ട് ആ സാമ്രാജ്യം തകർന്നു. ഇത് ഇനിക്വിറ്റീസ് അല്ലെങ്കിൽ അക്രതികളിൽപ്പെട്ട പാപമാണ്. തലമുറകളോളം വിസിറ്റ് ചെയ്തു. ദൈവം നൽകിയ രാജ്യം, രാജകീയ സ്ഥാനം എല്ലാം അവർക്ക് നഷ്ടപ്പെടും. അക്രതികൾ ഓർക്കുക. 1-ാം പ്രമാണ ലംഘനം നമുക്കറിയാം. ചില രഹസ്യ തെറ്റുകൾ എന്തൊക്കെയാണ്? സ്വയംഭോഗം, മദ്യപാനം, നുണപറച്ചൽ, ചീത്തവിളി, കുറ്റം പറയൽ, മറ്റുള്ളവരെ പറ്റി അഭീസിയായിട്ട് പറയുക, ഇതെല്ലാം അക്രതികളിൽപ്പെടുന്നതാണ്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി പറഞ്ഞ് അവരതിലൊരു കുളം കലക്കിലൂടെ കലക്കി ഒരു അഡ്വാൻറ്റേജ്, ഒരു സ്ഥാനം എടുക്കുക. ചീറ്റിംഗ്, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സാമ്പത്തികമായിട്ട് മറ്റുള്ളവർ വഞ്ചിക്കുന്നത്. ഇത് 1 അല്ല 2 3 തലമുറകൾ വരെ ഇതങ്ങനെ പോകും. ഇത് അക്രതികളിൽപ്പെടുന്നതാണ്. പക്ഷേ നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അക്രതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശരിയാവത്തില്ല. ശരിയാവാത്തത് മാത്രമല്ല, പിശാചി കടന്നു വരാനുള്ള ഒരു ലീഗൽ ഗ്രൗണ്ട് ഇത് തുറന്നു കൊടുക്കുകയാണ്. പിശാചി അവിടെ വന്ന് നമ്മളെ സ്വാധീനിക്കുകയാണ്. ഇനി എന്തെങ്കിലും അവസാനം കിട്ടുമോ? ഇല്ല. സകലതും തകർന്നു പോവുകയും ചെയ്യും. കാര്യം പാപത്തിലൂടെ ഒരുവനും നല്ല സാമ്രാജ്യം പണിതായിട്ട് ചരിത്രത്തിൽ എവിടെയില്ല. അല്ലേ? യേശുവേ നന്ദി. ലാസ്റ്റായിട്ട് ദാനിയേൽ പ്രവാചകൻ അദ്ദേഹം വിശുദ്ധ ഗീതകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുക. എങ്ങനെ? തൻ്റെ പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുള്ള അക്രതികൾക്ക് വേണ്ടി അത് ക്ഷമിക്കാനായിട്ട് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കത് വായിച്ചു കേട്ട് എൻ്റെ സെഷൻ നടത്തുക. ഇത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ഈ രാജ്യത്തിന്മേലുള്ള ആ പൂർവ്വപിതാക്കന്മാരുടെ വന്നിരിക്കുന്ന അകൃത്യങ്ങൾ ദൈവമേ എടുത്ത് മാറ്റണമേ എന്നും ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഇത് കാണാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 5 വരെ. എല്ലാവരും ഇത് വായിക്കണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് വചനം തന്നെ വളരെ എക്സ്പ്ലനറ്ററി ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 5 വരെ.
വായിച്ചോളൂ. അവരുടെ വാഴ്ചയുടെ ദാനിയേലായ ഞാൻ ജെറോമിയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ വെളിപ്പാടനുസരിച്ച് യെരൂശലേമിൽ 7 വർഷങ്ങളെക്കുറിച്ച് വിശദീകരണങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചാക്കുകൊണ്ട് ചാരപൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതൊന്നുകൂടി വായിച്ച്, അപ്പോൾ ഞാൻ ചാക്കൊടുത്ത് നിർത്തി അപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. എന്തിന്? കരുണയ്ക്ക് വേണ്ടി. എന്തിന്? പാപമോചനത്തിന് വേണ്ടി. എന്തിന്? വിടുതലിന് വേണ്ടി. എന്തിന്? അക്രതികളെല്ലാം മാറ്റിത്തരാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് ദാനിയേൽ പ്രവാചകൻ അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ അക്രതികൾക്ക് വേണ്ടി ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത് തുറന്നു, ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും നീതിയുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിലും അടർന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർദ്ധിക്കുകയും അങ്ങേ ധരിക്കുകയും ചെയ്തു. എന്ത് തെറ്റുകളും കുറ്റങ്ങളും ഞാനല്ല ഇവിടെ, ഞങ്ങൾ ഈ പറയുന്നതെല്ലാം ഹിസ്റ്റോറിക്കലായിട്ടുള്ള അദ്ദേഹത്തിന് മുമ്പേ നടന്ന സംഭവങ്ങളെ കുറിച്ച് തെറ്റുകൾ എല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഉപവസിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അക്രതീയങ്ങൾ മാറ്റി തരണമേ. നമ്മൾ വീണ്ടും പഴയതിലോട്ട് പോവാം. സങ്കീർത്തനങ്ങൾ 119, 133. സങ്കീർത്തനങ്ങൾ 119, 133. എല്ലാവരും നിർത്തി വായിക്കും. അകൃത്യങ്ങൾ എന്നെ കീഴടക്കാൻ എല്ലാവരും ചേർന്ന് പറയാം. അകൃത്യങ്ങൾ അനുവദിക്കരുത്. ഫാമിലി ട്രീ ഹീലിംഗിന് വേണ്ടി നമ്മൾ ബന്ധനങ്ങളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി കൂടിയിരിക്കുന്ന ഉപവസിച്ച് ഒരുങ്ങിയിരിക്കുന്ന SRMന്റെ ഫാമിലീസായ നമ്മൾ സഹോദരങ്ങളിൽ പറയുകയാണ്, 1-ാം പ്രമാണ ലംഘനം മാത്രമല്ല അകൃത്യങ്ങളുണ്ട് ഏറ്റവും വലിയ ഏരിയ. നമ്മൾ അധികമൊന്നും സംസാരിക്കാത്ത കാര്യങ്ങളാണ്. അതും കൂടി വരണം എങ്കിൽ മാത്രമേ ഫാമിലി ട്രീയിൽ ഹീലിംഗ് ഉണ്ടാവുകയുള്ളൂ, പൂർണ്ണമാവുകയുള്ളൂ. ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, അത് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ.
സജീവ ആരാധന അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് മൈറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഇതുവരെ ശ്രമിച്ച തിരുവചനം നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നു. ഇതിൻ്റെ ഒരു മറുവശത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയും തുടർന്ന് 29-ാം തീയതി ഞായറാഴ്ചയും അടുത്ത 2 ഞായറാഴ്ചകളിൽ കൂടെ നമ്മൾ ഈ ഒരു കുടുംബ വൃക്ഷ സൗഖ്യ ശുശ്രൂഷ മേഖലയിലൂടെ കടന്നു പോവുകയാണ്. അപ്പം അത് ഒരു പാക്കേജായി ഒരേ ശുശ്രൂഷയുടെ വിവിധ ഘട്ടങ്ങളായി കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതെല്ലാം കൂടി കഴിയുമ്പോഴായിരിക്കും അത് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഉടമകളിലേക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ പേന പോലെയുള്ള മാരകായുധങ്ങളുണ്ടെങ്കിൽ പേപ്പർ പോലെയുള്ള മയമുള്ള ആയുധങ്ങളിൽ അതിൻ്റെ വചനങ്ങളൊക്കെ കുറിച്ച് വെക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആനയെ കുളിപ്പിക്കുന്നത് പോലെ ആയിരിക്കരുതെന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ആനയും തന്നെ കുളിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്ക് പ്രവേശിക്കാം ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക്. പ്രിയപ്പെട്ട ദൈവജനം, ഈശോ പറയുന്ന ഒരു വാക്യം യോഹന്നാൻ സുവിശേഷം, വളരെ പരിചിതമായ വാക്യങ്ങളാണെങ്കിൽ നമ്മൾ എക്സിബിറ്റ് പ്രദർശിപ്പിക്കുന്നില്ല. അത് ആവർത്തിച്ച് ഒരുമിച്ച് അങ്ങ് പറയുകയാണ്. ഹൃദയത്തിൽ നിന്ന് അങ്ങേറ്റവും പറഞ്ഞാൽ മതി കേട്ടോ. സ്ക്രീനെ നോക്കേണ്ട ആവശ്യമില്ല. സ്ക്രീൻ ഇല്ലാതെ നമുക്കൊന്ന് ബൈബിൾ പഠിച്ച് നോക്കാം. ഓക്കെ ആണോ? പറയുമ്പോഴേ ചാടി പറഞ്ഞോണം കേട്ടോ. ചാടുക എന്ന് പറഞ്ഞാൽ അവിടെ എണീറ്റ് പോകരുത്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നമുക്കറിയാം. ആദ്യ ഭാഗം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാൻ, അതെങ്ങനെ സമൃദ്ധിക്കാനുണ്ടാകാനും വേണ്ടി. 2 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലേക്ക് വയ്ക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, കള്ളനുണ്ട്, കള്ളം വരാം. വന്നാൽ എന്തു ചെയ്യും? കള്ളന്റെ പ്രവൃത്തികൾ കള്ളൻ ചെയ്യും. 3 കാര്യങ്ങളായിട്ടാണ് വിശുദ്ധ ബൈബിൾ ഈശോമിശിഹ നമ്മുടെ അവന്റെ പ്രവൃത്തികളെ പറ്റി പഠിപ്പിക്കുന്നത്. അത് വ്യക്തിപരമാകാം, കുടുംബമാകാം, ദേശത്തിലാകാം, സമൂഹത്തിലാകാം, സംസ്കാരത്തിലാകാം, എവിടെയുമാകാം. പിശാചു വരുമ്പോ, ശത്രു വരുമ്പോ അവന്റെ പ്രവൃത്തികൾ 3 രീതിയിലേക്ക് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവൻ മോഷ്ടിക്കുന്ന പ്രവൃത്തികളെ ചെയ്യും, അവൻ കൊല്ലുന്ന പ്രവൃത്തികളെ ചെയ്യും, അവൻ നശിപ്പിക്കുന്ന പ്രവൃത്തികളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈശോ ഇതിന്റെ ഭാഗമല്ല. ജീവനും അതിന്റെ സമൃദ്ധിയുമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കൊരു പ്രത്യേകമായി കാണാൻ പറ്റും. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവമാണ് കുടുംബങ്ങളുടെ സൃഷ്ടാവ്. ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ പോളാറാമന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. ഭാഗ്യസ്മരണാർഹനായ പോളാറാമൻ പോപ്പ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ ആന്തരികതയുടെ ഭൗമികമായ ആവിഷ്കാരമാണ് കുടുംബം. ഹല്ലേലൂയ. പരിശുദ്ധ തൃത്വത്തിന്റെ ആന്തരിക സത്തയുടെ ആന്തരികതയുടെ ദൃശ്യമായ ഭൗമികമായ ജൗവികമായ ആവിഷ്കാരമാണ് കുടുംബം. അപ്പൊ ഈ കുടുംബം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്വപ്നമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ ആന്തരികതയുടെ ഭൂമിയുടെ പതിപ്പാണ്. The internal chemistry of the Lord has been downloaded and implemented on this face of earth, and we can see as an institution that is family. അപ്പോൾ ദൈവത്തിന്റെ സ്വപ്നമാണ്. അത് ഇതിനു വേണ്ടിയാണ്. ആദ്യത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഛായ സാദൃശ്യം നിലനിർത്തുക എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫലദായകമാകുക എന്നുള്ളതാണ്. മൂന്നാമത്തത് വർദ്ധിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും കൈമോശം വരാതെ ഫലദായകമായി നിലനിർത്തിക്കൊണ്ട് എന്തെല്ലാം വർദ്ധിപ്പിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം കുടുംബത്തിലൂടെ ഈശോ മിശിഹായുടെ 2ാം വരവ് വരെയും വർദ്ധനവിന്റെ നിയമം നൽകി ദൈവം നമ്മളെ നയിക്കുകയാണ്. ദൈവം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. 3 കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധ തൃത്വത്തിന്റെ ആ ഛായയും സാദൃശ്യവും നിലനിർത്തിക്കൊണ്ട് ഫലദായകമായി, പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യണം? ദൈവം എന്തെല്ലാം നമ്മിലൂടെ വർദ്ധിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഒരു വിളിയാണ് കുടുംബത്തിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെയും തകർക്കാൻ, മോഷ്ടിക്കാൻ, ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും മോഷ്ടിച്ച് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങളെ ഒന്നുകളഞ്ഞ് ദൈവം തരാൻ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അനുഗ്രഹങ്ങളെ നശിപ്പിക്കുന്ന പൈശാചിക പ്രവൃത്തികളെ പറ്റി നമുക്ക് തിരുവചനത്തിൽ കാണാനും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മാമോദിസയെ പറ്റി ഈശോ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ അവരെ സ്നാനം കഴിപ്പിക്കണം.
മാമോദിസ മുക്കണം. ആ മാമോദിസ എവിടെയാണ്, എങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് മാമോദിസ മുക്കേണ്ടത്? പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ ഛായ സാദൃശ്യത്തിൽ എന്ന് പറയുന്ന ആ സ്വഭാവത്തിലാണ് നമ്മൾ മുങ്ങേണ്ടത്. ആ സ്വഭാവത്തിലാണ് മുങ്ങേണ്ടത്. ആ സ്വഭാവത്തിൽ മുങ്ങി പൊങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഫലദായകമാകുവാനും വർദ്ധിക്കുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നേരത്തെ പ്രസ്ഥാനം പറഞ്ഞ കേസാണ് അകൃത്യങ്ങൾ. കൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യം, കൃത്യത. ഇക്വിറ്റി അറിയാലോ, ഇക്വിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് ഇനിക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ കൃത്യമായിട്ടുള്ളത്, സമതുലിതമായിട്ടുള്ളത്. ഹല്ലേലൂയ, മനസ്സിലാകുന്നല്ലോ? കൃത്യമായിട്ടുള്ളത്. ഹല്ലേലൂയ. അകൃത്യം എന്ന് പറഞ്ഞാലോ അതിന്റെ വിപരീതമാണ് കൃത്യതയില്ലാത്തത്. ദൈവത്തിന്റെ നേരായ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത്, ദൈവഛായ സാദൃശ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടു മാറി നിൽക്കുന്നതാണ് അകൃത്യം. എല്ലാ കൽപ്പനാ ലംഘനങ്ങളെയും നമുക്ക് അത് അകൃത്യപ്പെടുത്താൻ പറ്റും. അതിന് രണ്ടാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ അകൃത്യമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിക്രമം. ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമം അറിയാലോ, ഓർഡറിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസോർഡർ ആണ് അതിക്രമം, ക്രമത്തിന് വിരുദ്ധമായിട്ടുള്ളത്. അപ്പൊ 10 കൽപ്പനകളുടെ വേലിക്കെട്ടിനുള്ളിൽ നിർത്തുന്ന ദൈവിക മനുഷ്യ കുടുംബ ജീവിതങ്ങളെ, ദൈവം നൽകുന്ന മനുഷ്യ ജീവിതങ്ങളെ, കുടുംബ ജീവിതങ്ങളെ, ആ ക്രമത്തെ, ആ അതിർവരുമ്പുകളെ, ആ വേലിക്കെട്ടിനുള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്, ക്രമവിരുദ്ധമാക്കുന്നതാണ്, അതിർത്തികളെ ഭേദിപ്പിക്കുന്നതാണ്, ബ്രീച്ച് ഓഫ് ദ ബൗണ്ടറിയാണ്. ഫെൻസിങ്ങിനെ, ദൈവം വെച്ചിരിക്കുന്ന വേലിക്കെട്ടിനെ ബ്രീച്ച് ചെയ്യുന്നതാണ്, അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ത്? അക്രമം എന്ന് പറഞ്ഞാൽ. അക്രമത്തിന്റെ വളർച്ചയിലാണ് അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ പ്രിയപ്പെട്ട ദൈവജനമേ കടന്നു വരിക എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിലോ ഒരു വ്യക്തി ജീവിതത്തിലോ ശത്രു പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ മുൻ തലമുറകളിലൂടെ പിശാച് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അടയാളങ്ങൾ കാണാൻ പറ്റും, അതിനെക്കുറിച്ച് ലക്ഷണങ്ങളെ കാണാൻ പറ്റും. ഈ രണ്ടാം പകുതിയിൽ നമ്മൾ പരിശോധിക്കുന്നത് ആ ഒരു കാര്യമാണ്. ശത്രു കുടുംബത്തിൽ പ്രവേശിച്ചാൽ കാണുന്ന അടയാളങ്ങൾ. ഹല്ലേലൂയ. അറിയാലോ, തീ ഉണ്ടെങ്കിൽ പുക ഉണ്ടാകാം, അല്ലെ? ഇന്നത്തെ തീ ഉണ്ടെങ്കിൽ പുക ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. സാധാരണ തീ ഉണ്ടെങ്കിൽ എന്തുണ്ടാകാം? പുകയുണ്ടാകാം. അങ്ങനെ നിങ്ങൾക്ക് പലതും അങ്ങനെ ഊഹിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. എന്തെങ്കിലും, അല്ലെ? മനസ്സിലാകുന്നുണ്ടല്ലോ. വെറുപ്പുണ്ടെങ്കിൽ ദേഷ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ അതിന് വെറുപ്പ്, ദേഷ്യം ഉണ്ടെങ്കിൽ അതിന്റെ ബഹളം നമുക്ക് കേൾക്കാൻ പറ്റും. വീടിനുള്ളിൽ കേൾക്കാൻ പറ്റുന്നില്ലേ? അത് പിന്നെ അത് അകൃത്യമായാലോ അയൽവാസികൾ കേൾക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്ത ലെവലിലേക്ക് പോയാലോ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് കേൾക്കാൻ പറ്റും. അതിന് അടുത്ത ഘട്ടത്തിലേക്ക് പോയാലോ അത് കോടതി കേൾക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ തലം വളരുന്നതനുസരിച്ച് ഇതിന്റെ പരിധികൾ വർദ്ധിക്കും എന്നും കൂടി തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരിച്ചു വരാം. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ മറുവശം നമ്മൾ ദൈവത്തെ പറ്റി ഉള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ദൈവം, ഹല്ലേലൂയ, വിലാപങ്ങളുടെ പുസ്തകം 3:33 പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് പറയാൻ പോവുകയാണ്. പറഞ്ഞോളൂ. അവിടുന്ന് ദൈവം ഒരിക്കലും മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നേ? പീഡിപ്പിക്കുന്നുമില്ല, ദുഃഖിപ്പിക്കുന്നുമില്ല. പിന്നെ എന്ത് ചെയ്യുന്നേ? ദൈവം പഠിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിൽ മനുഷ്യനെ നോക്കി ദൈവം പറയുന്ന ആദ്യത്തെ പ്രസ്താവന എന്താണ്? ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഉൽപ്പത്തി 1:28 നമ്മൾ എന്താ വായിക്കുന്നത്? ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ അനുഗ്രഹിക്കുന്നവരാ ദൈവം. ഒരിക്കലും മനുഷ്യർ മക്കൾ വെള്ളം കുടിക്കണമെന്നോ കണ്ണുനീര് കുടിക്കണമെന്നോ ദുഃഖിക്കണമെന്നോ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ വില കൂടിയ ഒരു കാർ വാങ്ങിച്ചെന്ന് കരുതുക. ഹല്ലേലൂയ. ഇതിന് ഇഷ്ടമുള്ള ബ്രാൻഡ് മനസ്സിൽ പെട്ടെന്ന് എടുത്തോളൂ. നിങ്ങളത് ആ കാർ വാങ്ങിച്ചു ആദ്യത്തെ റൈഡിന് പോവുകയാണ്. റോഡിൽ ശല്യമില്ലാത്ത ഒരു സമയം നോക്കി അതിരാവിലെ വെളുപ്പിനെ 3 മണിക്ക് നിങ്ങൾ എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ അളിയനെ കൂട്ടുകയാണ് സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സന്തോഷിക്കാനുള്ള എല്ലാ ക്രമങ്ങളും വേണം. അപ്പൊ അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് അളിയൻ വണ്ടി ഓടിക്കുന്നു. ആ സന്തോഷിച്ച് കൂടി പോയിട്ട് എന്ത് ചെയ്യുന്നു? വണ്ടി പോയി ഇടിച്ച് തകർന്നു. ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോകുന്നു, വണ്ടി അതിന്റെ ഹോസ്പിറ്റലിൽ പോകുന്നു. ഇത് ഈ വണ്ടി ഉണ്ടാക്കിയ കമ്പനിയുടെ പ്രശ്നമാണോ? ഈ കാർ ഉണ്ടാക്കിയ കമ്പനിയുടെ പ്രശ്നമാണോ? ആണോ? അല്ല. പിന്നെ ആരുടെ പ്രശ്നമാണ്? ഇത് അളിയന്റെയും ഞങ്ങളുടെയും പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് റോഡ് നല്ലതാണ്, വണ്ടി നല്ലതാണ്, ട്രാഫിക് നിയമങ്ങൾ നല്ലതാണ്. പക്ഷേ വിആർഎസ് കാറിനെ വെഞ്ചരിച്ചതുമാണ്. പണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ ആരെയും വെഞ്ചരിച്ചില്ല, അളിയനെയും ഞങ്ങളെയും വെഞ്ചരിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ഈ പോയി അപകടത്തിൽ പോയി ചാടി. മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയെ ദൈവം അനുഗ്രഹിച്ചതാണ്. നമ്മളെ ഏൽപ്പിച്ചത് അനുഗ്രഹിച്ച് നല്ല ഭൂമിയെ ഏൽപ്പിച്ചു. 1-ാം ദിവസം ദൈവം നല്ലതാണെന്ന് കണ്ടു, 2-ാം ദിവസം നല്ലതാണെന്ന് കണ്ടു, 3-ാം ദിവസം നല്ലതാണെന്ന് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നല്ലതല്ലെന്ന് കണ്ടപ്പോഴാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ശരിയല്ലാത്ത പലതും കണ്ടത്. അപ്പോഴാണ് ചോദിച്ചത്, നീ എവിടെയാണെന്ന് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം ഭൂമിയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഭൂമി നല്ലതായിരുന്നു, ദൈവം ക്രമീകരിച്ച എല്ലാം നല്ലതാണ് എന്ന് തിരിച്ചറിയുക. പക്ഷെ മനുഷ്യന്റെ ഉപയോഗം കൊണ്ട്, അതാണ്
എന്ന് പറയും നമ്മൾ പരിശോധിക്കുന്നത് കുടുംബത്തിലൂടെ നമ്മൾ വന്നിരിക്കുന്നു. നമുക്ക് മാതാപിതാക്കന്മാരുണ്ട്, അവർക്കും മാതാപിതാക്കന്മാരുണ്ട്, അവർക്കും മാതാപിതാക്കന്മാരുണ്ട്. ഈ മാതാപിതാക്കന്മാരുടെ കടന്നു വരുന്ന ഹല്ലേലൂയ തിന്മകളെ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇതിനെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ബൈബിളിൽ വച്ചിരിക്കുന്ന ഒരു മൂന്നാമത്തെ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നതാണ് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷ എന്ന് പറയുക. മനസ്സിലാകുന്നുണ്ടല്ലോ? പക്ഷെ നമ്മൾ അറിയണം എന്തൊക്കെയാണ് ഈ ശത്രു നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ പറ്റുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ വ്യക്തിത്വത്തിന്റെ നാശമാണ്. നമ്മൾ ഒരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശാപം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായി ബാധിക്കുന്നത് സമ്പത്തിനെയോ നമ്മുടെ വരുമാന മാർഗങ്ങളെയോ ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറത്ത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന, നമ്മളെ ബാധിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഇന്റലക്ച്വൽ, നമ്മുടെ ബൗദ്ധികമായ കഴിവുകൾ, വൈകാരികമായ അനുഗ്രഹങ്ങൾ, നമ്മുടെ ജ്ഞാനത്തിന്റെ തലം, ആത്മമണ്ഡലം. മാനസിക മണ്ഡലങ്ങളെയാണ് പിശാച് ഏറ്റവും കഠിനമായി ആക്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു പൈശാചിക ആക്രമണം കുടുംബത്തിലുണ്ടായാൽ അത് പിതാക്കന്മാരുടെ ലംഘനങ്ങൾ കൊണ്ടാകാം, ഹല്ലേലൂയ, നമ്മുടെ വ്യക്തിപരമായ ലംഘനങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അതിക്രമങ്ങളുടെയും അകൃത്യങ്ങളുടെയും ആധിക്യങ്ങൾ കൊണ്ടാകാം. എന്തുമാകട്ടെ, നമ്മളെ ശല്യം ചെയ്യുന്ന അന്ധകാര ശക്തികൾ പ്രവേശിച്ചാൽ ഏറ്റവും അപകടകരമായി വരുന്നത് നമ്മുടെ ബൗദ്ധികമായ കഴിവുകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ഏറ്റവും മാരകമായ അടയാളമാണ് ഭ്രാന്ത് എന്ന് പറയുക, അല്ലെങ്കിൽ മാനസിക രോഗത്തിന്റെ വിവിധ തലങ്ങൾ എന്ന് പറയുക. ഇതിന്റെ മറ്റൊരു ഭാഗമാണ് വൈകാരികമായ അസന്തുലനാവസ്ഥ. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊരു സൗഖ്യമുള്ള ഇമോഷൻസ്, വൈകാരികത ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട്, വളരെ താളം തെറ്റിക്കിടക്കുന്ന ഒരു വൈകാരിക മണ്ഡലം. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ഭയം ഉണ്ടാവുക, ദേഷ്യം വരിക, പെറുപിറുക്കുക, പ്രതികാരം ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മുടെ ആന്തരിക വൈകാരിക തലത്തിലുണ്ടാകുന്ന വലിയൊരു വിസ്ഫോടനം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഇത് ദൈവത്തിന്റെ നിശ്ചയമല്ല. ബൈബിൾ പറയുന്നത് 1 കൊരിന്ത്യർ 2:15 പറയുന്നത്, എനിക്ക് കർത്താവിന്റെ മനസ്സുണ്ടെന്നാണ്. I have been given the mind of Jesus Christ, the soul of Jesus Christ, the mind of Christ. അപ്പോൾ കർത്താവിന്റെ മനസ്സാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ മനസ്സ് നമുക്കില്ല. കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ കർത്താവിന്റെ മനോഭാവമോ സ്വഭാവമോ പ്രവൃത്തി രീതികളോ പെരുമാറ്റ രീതികളോ പ്രതികരണ രീതികളോ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ശത്രു നമ്മളെ ആക്രമിച്ചിരിക്കുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ചില വ്യക്തികൾ വളരെ ശാന്തരാണ്. ഹല്ലേലൂയ. രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവിൽ ലഭിക്കുന്ന ഒരു ശാന്തതയുണ്ട്, മറിച്ച് ഹല്ലേലൂയ അതിന് കാരണം ഇവിടെ പറഞ്ഞാൽ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒക്കെ മനസ്സിലാകും. ആ കാരണമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാരണമുണ്ടല്ലോ, ആ കാരണം കൊണ്ട് സംഭവിക്കുന്ന ശാന്തതയാണ്. പക്ഷെ ആ ശാന്തത എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ നന്മയുടെ അടയാളമല്ല, അത് മറ്റൊരു പ്രശ്നത്തിന്റെ അടയാളമാണ്. പക്ഷേ അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ അത് മുഴുവനായിട്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് വിശദീകരിച്ചാൽ നിങ്ങളുടെ ഉറക്കം പോവുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് തിരിച്ചു വരാം. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കാം. വിശുദ്ധ വസ്തുക്കളോടുള്ള ദേഷ്യം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ താല്പര്യമില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, അനുസരിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു മേഖലയിൽ ശത്രുവിന്റെ പ്രവേശനം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ബൗദ്ധിക, ആത്മീക, വൈകാരിക തലങ്ങളിൽ ഉണ്ടാകുന്ന ശത്രുവിന്റെ സ്പർശനമാണ് അവന്റെ ഉപദ്രവമാണ് ഒരു കുടുംബത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പൈശാചിക ശാപത്തിന്റെ അടയാളം എന്ന് പറയുക. പറഞ്ഞ ഹല്ലേലൂയ. അതിന്റെ മറുവശമാണ് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി, പഠിക്കാൻ പറ്റാതെ വരിക. കർത്താവ് ആഗ്രഹിക്കുന്ന ജ്ഞാനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും സംശയമാണ്, സംശയം ഉൾപ്പെടെ എപ്പോഴും സംശയമാണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ കഴിഞ്ഞിട്ട് സമയമില്ല, വല്ലാത്ത ഡിപ്രഷൻ, വല്ലാത്ത ടെൻഷൻ, ആങ്സൈറ്റി. പ്രിയപ്പെട്ട ദൈവജനമേ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം അഹമ്മദാബാദ് സംഭവിച്ചത്. ആ പൈലറ്റ് ഇല്ലാത്ത ടെൻഷനാണ് നമുക്ക്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ചെറിയ കാലം മുതൽ ഇന്ന് വരെ നമ്മളെടുത്ത ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം, 10 പൈസയുടെ പ്രയോജനം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇന്ന് മാത്രമല്ല ഉപദ്രവം ഉണ്ടായിട്ടുമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയത് നമ്മൾ വഴിയെ പോകുന്ന എല്ലാ ടെൻഷനും നമ്മൾ വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവെക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം ഈ സ്ട്രെസ്, ടെൻഷന്, നമ്മുടെ ആങ്സൈറ്റി. ഈശോ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഡു നോട്ട് വറി, ഡു നോട്ട് ബി ആങ്ഷ്യസ്. ആകുല ചിത്തരാകരുത്. ബ്രദർ അങ്ങനെയൊക്കെ പറയാം, കർത്താവിന് അങ്ങനെയൊക്കെ പറയാം. എൻ്റെ അവസ്ഥ അതുകൊണ്ട് എന്ത് പ്രയോജനം? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചുമ്മാ ശീലിച്ചെടുത്ത ഉപകാരമായിരിക്കും. നമ്മൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് പ്രീച്ചിങ്ങിലേക്ക് പോകും. ഇന്ന് നമ്മുടെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാനായിരിക്കും, ഇതൊരു ശല്യമാണ്.
ഈ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ ആങ്സൈറ്റിയും സ്ട്രെസ്സും കൺഫ്യൂഷനും തീരുമാനമെടുക്കാൻ പറ്റാതെ വരുന്നതും ക്ഷിപ്രകോപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വികാര പ്രകടനങ്ങളും ആർഗ്യുമെന്റിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു ക്വാറൽസം മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെയാണ്. ഒരു ക്വാറൽസമാണ്, ഒരു വഴക്ക് ഉള്ളിൽ ഇങ്ങനെ നമ്മളെ പുതച്ച് മൂടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും വഴക്കിലേക്ക് ഇതിനെ അവസാനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക ഇതൊരു ശല്യമാണ്. നമ്മുടെ ബൗദ്ധിക, ആത്മീക, വൈകാരിക തലങ്ങളെ ഉപദ്രവിക്കുന്ന പൈശാചിക പീഡനം ഒരു ശാപത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. ഇതല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ശാന്തമായ ആത്മാവും ജ്ഞാനമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും സൗഖ്യമാക്കപ്പെട്ട വികാരങ്ങളുമാണ്. അതുകൊണ്ട് ഇതിന് വിരുദ്ധമായി, ഈ 4 കാര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ശത്രു കൈവച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആത്മമണ്ഡലത്തിൽ നിന്നും, അവൻ നശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിന്റെ മണ്ഡലത്തിൽ നിന്നും, അവൻ കൊന്നുകളഞ്ഞിട്ടുണ്ട് പല അനുഗ്രഹങ്ങളെയും നമ്മുടെ നന്മകളെയും. അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്ത ദിവസങ്ങൾ എടുക്കണം. 6 മാസം എടുത്താലും കുഴപ്പമില്ല, 1 വർഷം എടുത്താലും കുഴപ്പമില്ല, അവസാന ശ്വാസത്തിന് മുമ്പാണെങ്കിലും കുഴപ്പമില്ല. എന്തു വില കൊടുത്ത് നമ്മുടെ ബൗദ്ധിക, ആത്മീയ, മാനസിക, വൈകാരിക വിശ്വാസ മണ്ഡലം നമ്മൾ തിരിച്ചു പിടിച്ചേ മതിയാവുകയുള്ളൂ. നമുക്കുള്ള ഏക മാതൃക ക്രിസ്തു യേശുവാണ്. അനേക വിശുദ്ധന്മാരെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റും. കർത്താവിനെ അടുത്ത് അനുകരിച്ച് അവരുടെ എല്ലാ ഒരു ജീവിത രീതിയെ അടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ച് അനുകരിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും നല്ലതാണ്. അതിലൊന്നും സാധിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ വചനത്തിലുള്ള ബൈബിളിലുള്ള അതിവിശുദ്ധന്മാർ ആബേൽ മുതൽ വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ വരെയുള്ള വിശുദ്ധന്മാരുടെ ജീവിതത്തെ അടുത്ത് പരിശോധിച്ച് അവരുടെ ആത്മമണ്ഡലത്തിലെ ഗുണങ്ങളും മനസ്സിന്റെ ഗുണങ്ങളും ഒക്കെ തിരിച്ച് നമ്മൾ പിടിക്കുന്നത്, സ്വീകരിക്കുന്നത്, അനുകരിക്കുന്നത്, ഏറ്റെടുക്കുന്നത് എല്ലാം നല്ലതായിരിക്കും എന്നും കൂടെ തിരിച്ചറിയുക. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ചിലപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. രാവിലെ ഒരു തീരുമാനം, ഉച്ച കഴിഞ്ഞ് വേറൊരു തീരുമാനം, വൈകിട്ട് വേറെ തീരുമാനം. അവസാനം ഏത് തീരുമാനം എടുത്താലും എന്തായിട്ട് മാറും? അബദ്ധമായിട്ട് മാറും. എത്ര വർഷമാണ് പുറകോട്ട് പോകുന്നത്? ഈ ഒരൊറ്റ തീരുമാനത്തിലെ പിഴവ് കൊണ്ട് വർഷങ്ങളോളം പുറകോട്ട് പോയ എത്ര പേരോട് ഇരിപ്പുണ്ട്? ഒരു ചെറിയ തീരുമാനം, ഒരു അരമണിക്കൂറിൻ്റെ ഒരു തീരുമാനം, 10 മിനിറ്റ് കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ എത്ര വർഷം നമ്മളെ പുറകോട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെയാണ് ഈ തീരുമാനം വന്നത്? എന്തുകൊണ്ടാണ് വന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ പൊതിഞ്ഞിരിക്കാൻ സമ്മതിച്ചില്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ വിധേയപ്പെടുത്തില്ല. നമ്മുടെ ബുദ്ധി പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിനോട് മുൻകൂട്ടി അങ്ങ് പറഞ്ഞേക്കണം, കർത്താവ് എനിക്ക് പല ആഗ്രഹമുണ്ട്, എനിക്ക് പല ചിന്തയുണ്ട്, എനിക്ക് പല തോന്നലുണ്ട്, എന്നോട് പലരും പലതും പറയുന്നുണ്ട്, പക്ഷേ നിന്റേതല്ലാത്തൊന്നും എൻ്റെ ജീവിതത്തിലോ എൻ്റെ മക്കളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ സംഭവിക്കാൻ അനുവദിച്ചേക്കരുത്. എന്തെല്ലാം ഞാൻ കിടന്ന് അഭ്യാസം കാണിച്ചാലും എന്നെ നീ കെട്ടിയിട്ടോണം, എന്നെ തടസ്സം വെച്ചോണം, നീ കൈ പിടിച്ചു മാറ്റിക്കോണം. കർത്താവെ, ഞാൻ എത്ര കുതിപ്പോടെ പോയാലും നീ തടഞ്ഞോണം. കാലൊടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അപ്പത്തി പോയി ചാടാൻ കർത്താവെ സമ്മതിക്കരുതെന്ന് സമ്പൂർണ്ണമായിട്ട് രണ്ടാം പറഞ്ഞ തെറ്റാണ്. കാലൊടിമാരും മുന്നേക്കരുത്. അത് എന്റെ കുഴപ്പം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് ഡിസൈനർ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്ന മണ്ടത്തരം തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള വിവേചനം വരെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇത്രയും നാൾ വചനം കേട്ടതിന്റെ ഗുണം. അത് നമ്മൾ ഹല്ലേലൂയ, യേശുവേ നന്ദി. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അത്ര തീവ്രമായിട്ട് പ്രാർത്ഥിച്ചോ പറഞ്ഞില്ല. കണ്ണ് ചുഴന്ന് കളയുക, കൈ മുറിച്ച് കളയുക, അത് ദൈവത്തിന്റെ പണിയെല്ലാം ചെയ്യുകയില്ല. പക്ഷെ അത്രത്തോളം നമുക്ക് തീവ്രത അത് പോയാലും എനിക്കിത് നഷ്ടപ്പെടാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. എന്റെ കിങ്ഡം പോയാലും എന്റെ രാജ്യത്വം പോയാലും പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത്, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത് എന്ന് നെഞ്ചു പൊട്ടി ദാവീദ് പ്രാർത്ഥിക്കാൻ കാരണം രാജ്യത്തെക്കാളും ദേശവയെക്കാളും എല്ലാറ്റിനേക്കാളും അവന് ദാവീദ് എന്ത് പ്രധാനമായി കണ്ടു? ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവും പ്രധാനപ്പെട്ടതായി ദാവീദ് കണ്ടതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നമുക്കും അങ്ങനെ ആയിരിക്കണം. എന്തെല്ലാം പോയാലും, അല്ലെങ്കിൽ വലിയൊരു കെട്ടിടം കണ്ടാലും, വലിയൊരു നമുക്കൊരു അനുഗ്രഹം കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? നമുക്ക് എന്തും തോന്നാം. പക്ഷെ ഈശോ വലിയൊരു കെട്ടിടം കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? വളരെ മനോഹരമായ ഒരു കെട്ടിടം ഈശോ കണ്ടു. ശിശുമാർ പറഞ്ഞു, എത്ര രസകരമായിരിക്കുന്നു ഇത്. ഈശോ എന്താ പറഞ്ഞേ? ഇതിന്റെ ഒരു കല്ലിന് മുകളിൽ മറ്റേ കല്ലിൽ നിൽക്കുകയല്ലോ. എന്ത് കണ്ടാലും നമ്മുടെ ചിന്ത അങ്ങനെയായിരിക്കും, ഇതെല്ലാം നശിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു എന്ത് വേണം? ഒരു ഡിറ്റാച്ച്മെന്റ് വേണം. അതേസമയം ദൈവം തന്നതല്ല എനിക്ക് വേണം, ദൈവം അനുവദിച്ചല്ല എനിക്ക് വേണം, ദൈവം അനുവദിച്ചത് മാത്രം എനിക്ക് വേണം. ദൈവം അനുവദിച്ചത് മാത്രം, ആ ദൈവം അനുവദിച്ച സമയത്ത്, ദൈവം അനുവദിച്ച അളവിൽ നമ്മൾ സ്വീകരിക്കുന്നതാണ് എന്ത്? അനുഗ്രഹം. ദൈവം അനുവദിക്കാത്തതും ദൈവം അനുവദിച്ചതും ദൈവം അനുവദിക്കുന്ന സമയത്തിന് മുമ്പായിട്ടോ ദൈവം അനുവദിച്ചത് ദൈവം അനുവദിച്ച അളവിനപ്പുറമോ സ്വീകരിക്കുന്നത് അനുഗ്രഹമല്ല എന്ന് കൂടി തിരിച്ചറിയാം. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞേക്കാം, ദൈവം അനുവദിക്കാത്തത് സ്വീകരിക്കുന്നത് അപകടമാണ്. ദൈവം അനുവദിച്ച സമയത്തിന് മുമ്പ് സ്വീകരിക്കുന്ന അപകടമാണ്. ഹാഗാർ നമുക്കറിയാലോ, നമുക്ക് എന്തറിയാം? ഇസ്മയിലിനറിയാം. അതുപോലെ തന്നെ ദൈവം അനുവദിച്ച അളവിനപ്പുറത്തേക്ക് പോകുന്നതും അപകടമാണ്.
ദൈവം അനുവദിച്ച സമയത്തും അനുവദിച്ച അളവിലും മാത്രം സ്വീകരിക്കുന്നതാണ് അനുഗ്രഹം എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാകുന്ന ഓരോ വേരിയേഷനും അക്രമമാണ്, അകൃത്യമാണ്, അത് ഡിസോർഡറാണ്, അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമല്ല എന്നും കൂടി തിരിച്ചറിയുക. അതുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് ഈ ഡിസ്കണ്ടന്റ്മെന്റ് വരും. എപ്പോഴാണ് വരുന്നത്? ഈ കണ്ടന്റ്മെന്റ് വരുന്നത് നമ്മുടെ ഭൗതിക ആത്മീയ മണ്ഡലം സുരക്ഷിതമായിരിക്കുമ്പോഴാണ്, പിശാച് തൊടാതിരിക്കുമ്പോഴാണ്. ഈ കണ്ടന്റ്മെന്റ് പോയാൽ പണിയായി. അപ്പോൾ പിന്നെ നമുക്ക് എന്താവും? അത്യാഗ്രഹം വരും. താരതമ്യം ചെയ്തിട്ട് നമ്മൾ സമ്പാദിക്കാൻ നോക്കും. താരതമ്യം ചെയ്ത് അവൻ അത് ഉള്ളതുകൊണ്ട് എനിക്കിത് വേണം, അവനുണ്ടോ ഇല്ല നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞ് മനസ്സിലായില്ല. ഹലോ, ഒരു കണ്ണ് പോയ ഒരാളെ കണ്ടാൽ നമ്മളത് പ്രാർത്ഥിക്കുമല്ലോ. അവൻ ഒരു കണ്ണ് പോയതുകൊണ്ട് എൻ്റെ ഒരു കണ്ണ് പോകണം നമുക്ക് പറയുമോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ചില ആ കാര്യത്തിൽ നമുക്ക് വിവരമുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവർ ഒരിക്കലും ജീവിതത്തിൽ താരതമ്യത്തിൽ പോകരുത്. കണ്ടന്റ്മെന്റ്, തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, എനിക്കിത് മതി, ദൈവം തന്നു മതി, ദൈവം തന്ന സമയത്ത് മതി, ദൈവം തരുന്ന സമയത്ത് മുമ്പ് വേണ്ട, അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ ധാരണ ഉണ്ട്. ഒരു കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ടന്റ്മെന്റ്, തൃപ്തി, ദൈവത്തിന്റെ നിയമത്തിന് ദൈവം നൽകുന്ന മനസ്സിന് ഭാഗമാണ്. ജ്ഞാനം, സൗഖ്യമാക്കപ്പെട്ട വിചാര വികാരങ്ങളെല്ലാം കർത്താവിന്റെ മനസ്സുള്ളവർക്ക് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ശാപിക്കപ്പെട്ടത് ഏറ്റവും വലിയ അടയാളമാണ് തൃപ്തിയില്ലായ്മ. അതുകൊണ്ട് മാതാപിതാക്കന്മാരോട് തൃപ്തിയില്ല, മാതാപിതാക്കന്മാരെ അംഗീകരിക്കാൻ പറ്റില്ല, അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും ഒരു തൃപ്തിയില്ല, ഭർത്താവിനോട് തൃപ്തിയില്ല, ഭാര്യയോട് തൃപ്തിയില്ല, മക്കളോട് തൃപ്തിയില്ല, ഒന്നിനോട് സന്തോഷമില്ലാത്തൊരു അവസ്ഥ വരും. ഇത് തന്നെ ഇതുപോലെ ജീവിതം പോകാൻ ഇതുപോലെ. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം നമുക്ക് വേണം പ്രിയപ്പെട്ട ദൈവമേ. ഇത് തെളിഞ്ഞ ബുദ്ധി, സുബോധം, സൗഖ്യമാക്കപ്പെട്ട വികാരങ്ങൾ, അതെല്ലാം നമുക്ക് വേണം. പിശാച് മോഷ്ടിച്ചു കളഞ്ഞ ഇതാണ്. ഇത് പോയാൽ ജീവിതം നരകമായി തീരും. നമുക്കറിയാലോ എത്രമാത്രം അനുഗ്രഹവും സമ്പത്തും വിദ്യാഭ്യാസമുള്ള ആളുകൾ ജീവിതം നരകിപ്പിക്കാറുണ്ട്. കാശ് കൊടുത്ത് നരകം മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കാറില്ലേ? അതിനെ നമ്മൾ അവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ ഒരു അടയാളം, ശത്രു കയറുന്നതിന്റെ, പിശാച് നമ്മുടെ കുടുംബത്തിൽ പ്രവേശിച്ചതിന്റെ മറ്റൊരു അടയാളത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് നമ്മൾ കണ്ടത് എന്താണ്? കാറ്റുപോയി. ആദ്യം നമ്മൾ കണ്ടത് എന്താണ്? ഒരു പൈശാചിക പ്രവർത്തികൾ ഒരു കുടുംബത്തിൽ ഉണ്ടെന്നതിന്റെ ആദ്യത്തെ അടയാളം എന്താണ്? എങ്ങനെ കാര്യം നടക്കുന്നത്? എന്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുഴപ്പമാണോ നമ്മൾ രണ്ടുപേരുടെയും കുഴപ്പമാണോ? എന്താണ് കുഴപ്പം? നമ്മുടെ ഏറ്റവും വലിയ ദാനം എന്താണ്? നമ്മുടെ ആത്മീയതയും മനസ്സിന്റെ ആരോഗ്യവുമാണ്. കുഴപ്പം വിശദമായിട്ട് പറഞ്ഞാൽ ആത്മാവിന്റെയും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ബൗദ്ധിക മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കുന്ന പൈശാചിക പ്രവർത്തികൾ. ഇതിന്റെ ഏറ്റവും വലിയ അളവ് എന്താണ്? ഭ്രാന്ത്. അതിലോട്ടുള്ളതാണ് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ്, വൈകാരിക അസന്തുലനാവസ്ഥ. മറ്റൊരു സംഭവമാണ് ലേണിംഗ് ഡിസബിലിറ്റി, പഠിക്കാൻ പറ്റാതെ വരിക, ഗ്രഹിക്കാൻ പറ്റാതെ വരിക. അടുത്ത മറ്റൊരു കാര്യമാണ് തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക. മറ്റൊരു അവസ്ഥയാണ് അതൃപ്തി, ഡിസ്കണ്ടന്റ്മെന്റ്, തൃപ്തി ഇല്ലാത്ത ജീവിതം. മറ്റൊരു അവസ്ഥയാണ് വികാര വിക്ഷോഭങ്ങൾ, ഭയം, ദേഷ്യം, അസൂയ, വെറുപ്പ്, കലഹം, മാത്സര്യം, ഭിന്നത, നിർബന്ധ ബുദ്ധി, ദുശാഠ്യം, വാശി, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതെല്ലാം കൂടി ചേരുന്ന ആത്മമാനസിക വൈകാരിക മണ്ഡലം ഉണ്ടാകുന്ന പോരാട്ടം. അവേർഷൻ ടു സേക്രഡ് തിങ്സ്, വിശുദ്ധ വസ്തുക്കളോടും പ്രാർത്ഥനയോടുമുള്ള ഒരു വെറുപ്പ്, ദേഷ്യം, ഇതെല്ലാം വരുന്നതാണ് ഈ പൈശാചികതയുടെ ഒരു അല്ലെങ്കിൽ ശാപത്തിന്റെ ഒരു അടയാളം. ഇത്ര മനസ്സിലായല്ലോ? ഇതുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക. ഇത് മുൻ തലമുറയിൽ നിന്ന് പകർന്നപ്പെട്ട് വന്നതാകാം. അതിന്റെ കാരണങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ച് നമ്മൾ കണ്ടു, അകൃത്യങ്ങൾ എന്ന പേര് നമ്മൾ കണ്ടു. ഇനി കുറെ ബാക്കി കാണാനുണ്ട്, അടുത്ത ദിവസം കാണാം. ഇത്ര മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇതിന് വളരെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ബാബേലിന്റെ സംഭവം. അവിടെ വെച്ചിട്ട് ദൈവത്തിനെതിരെ ആകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണ്? പിന്നെ താളം തെറ്റിക്കുകയാണ് അല്ലെ? ഭാഷകൾ മാറുന്നു, ചിന്തകളുടെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വരുന്നു, ഒരാൾ പറയുന്ന അടുത്ത ആൾക്ക് മനസ്സിലാകുന്നില്ല, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഉറപ്പാക്കുക, നമ്മുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി എന്തെല്ലാമാണോ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കേണ്ടത് അത് പ്രാപിക്കുക. ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. കേട്ടിട്ടില്ല? ജ്ഞാനത്തിനുള്ള പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആന്തരിക സൗഖ്യം കേട്ടിട്ടുണ്ടോ? വൈകാരിക സൗഖ്യം കേട്ടിട്ടുണ്ടോ? അതിനുവേണ്ടി അധ്വാനിക്കുക. മൂന്നാമത് എന്താണ് പറയുന്നത്? ബൗദ്ധികമായ കഴിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസത്തിന്റെ തലം വർദ്ധിക്കാൻ വേണ്ടിയും കർത്താവിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് വിടുതലുണ്ടാകുന്നത്. ഇനി ഇതെല്ലാം താളം തിരി കിടക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കി എന്തെല്ലാം ചെയ്താലും ശരിയാകില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം നമ്മൾ ഭോഷത്വമുണ്ട്, ജ്ഞാനമില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? നമ്മൾ കിഴക്കുന്ന മാറിയാൽ നമ്മൾ എങ്ങോട്ട് അടുക്കുന്നേ? ഒരാൾ കിഴക്കുന്ന അകലുകയാണെങ്കിൽ എന്തിനോട് അടുക്കും?
പടിഞ്ഞാറ്. അപ്പൊ നമ്മൾ ജ്ഞാനം കുറയുമ്പോൾ പോഷത്തിലേക്ക് അടുക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തിന് അകലുമ്പോൾ പിശാചിനും അടുക്കാതിരിക്കാൻ പറ്റില്ല. ക്രിസ്തുവിൽ നിന്ന് അകലുമ്പോൾ എതിർ ക്രിസ്തുവിനും അടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരാൾ കിടക്കുന്ന അകന്നാൽ പടിഞ്ഞാറേക്ക് അടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരാൾ മുകളിൽ നിന്ന് വീണാൽ താഴോട്ട് വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് മറുവശം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, കിടക്കുന്ന അകന്നാൽ പടിഞ്ഞാറോട് അടുക്കും. ഒരു രക്ഷയും അത് മാറ്റാൻ പറ്റുകയില്ല തൽക്കാലം ഈ ഭൂമിയിൽ. അത് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ പറ്റുമായിരിക്കും. ഇത്ര മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ദൈവം വെച്ചിരിക്കുന്ന അകലും തോറും ദൈവം വെക്കാത്തതിലേക്ക്, ശത്രു വെച്ചതിലേക്ക് നമ്മൾ അടുക്കുകയാണെന്ന് തിരിച്ചറിയുക. ജ്ഞാനം എടുക്കുന്നില്ലെങ്കിൽ പോഷത്വം വന്നിരിക്കും. പോഷത്വം വന്നാൽ അപകടമാണെന്നും കൂടി തിരിച്ചറിയുക. ഹല്ലേലൂയ. ആത്മാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധിയും നീതിയും ആനന്ദവും സമാധാനവും വരുന്നില്ലെങ്കിൽ വൈകാരിക തലങ്ങൾ ക്ഷുദ്രമായിരിക്കും, വളരെ ബഹളമായിരിക്കും, ബഹളമായിരിക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ മുറിയും. ബന്ധങ്ങൾ മുറിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം. ഹല്ലേലൂയ. ബന്ധങ്ങൾ മുറിഞ്ഞാൽ തീർന്നില്ലേ? പിന്നെ കുടുംബം തീർന്നില്ലേ? കുടുംബം നിൽക്കുന്നത് എന്തിലാണ്? ബന്ധത്തിലാണ്. ദൈവവുമായുള്ള ബന്ധം, ഹല്ലേലൂയ, കുടുംബത്തിലെ ബന്ധം തകരുന്ന ഈ ഒരു ഭൗതിക ആത്മീയ മണ്ഡലത്തെ നമ്മൾ കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുക. കുടുംബം തകരൂല്ല ബന്ധങ്ങൾ പോയാൽ. മാതാപിതാക്കന്മാരും മക്കൾ തമ്മിൽ ബന്ധം പോയാൽ തീർന്നില്ലേ? ഭാര്യ ഭർത്തൃ ബന്ധം പോയാൽ തീർന്നില്ലേ? സഹോദരങ്ങൾ തമ്മിൽ ബന്ധം പോയാൽ തീർന്നില്ലേ? അതുകൊണ്ടല്ല നമ്മൾ ഇതിനോട് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ബന്ധങ്ങളുടെ വിടവുണ്ടാക്കുന്നതാണ് ഈ പ്രശ്നമെല്ലാം കാണുക. അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട അടയാളം എന്ന് പറഞ്ഞാൽ അത് ജീവനെതിരെ വരുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്താണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്? ആത്മാവും മനസ്സും കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മുടെ ജീവൻ, ആയുസ്സും ആയുസ്സിന്റെ ദൈർഘ്യവും ആരോഗ്യവും. പറഞ്ഞ ആരോഗ്യവും ആയുസ്സും ആയുസ്സിന്റെ ദൈർഘ്യവും. നമുക്ക് പ്രായം ചെല്ലുമ്പോൾ നമുക്കൊരു വേറാഞ്ചി, എന്താ പറയുക, തേയ്മാനം ഉണ്ടാകും. മുടി നരയ്ക്കാം, തൊലി പറഞ്ഞ പേരെന്താ, ചുളുങ്ങാം, അല്ലെങ്കിൽ അല്പം നിറം വാങ്ങാം, അല്ലെങ്കിൽ നിറം ചിലപ്പോൾ കൂടിയെന്നും വരും, പറയാൻ പറ്റില്ല എന്ത്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ചിലപ്പം കൂനുണ്ടാകാം, പൊക്കം കുറയാം, കഷണ്ടി വരാം, മുടി പോകാം, ഇതെല്ലാം സംഭവിക്കാം, അല്ലേ? അതൊക്കെ അവിടെ നിൽക്കണം, അതൊന്നും കുഴപ്പമില്ല. അത് ഏജിങ്ങിന്റെ ഭാഗമാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരിക്കലും നമ്മൾ അവസാനത്തെ ശ്വാസം വരെയും ഈശോയെ സ്നേഹിക്കാനും സാക്ഷീകരിക്കാനും നമുക്ക് പറ്റണം. അതിനാണ് ജീവിതം. ഒരു ദിവസം പോലും കടന്നു പോകരുത്. നമ്മുടെ ബുദ്ധി കെട്ടുപോകരുത്. നമ്മുടെ ആരോഗ്യം കെട്ടുപോകരുത്. നമുക്ക് ഡിമെൻഷ്യ വരാൻ പാടില്ല, ഓർമ്മക്കുറവ് വരാൻ പാടില്ല. പ്രായത്തിൽ കഴിയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, അരുതാത്ത കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ആളുകളെ തിരിച്ചറിയാൻ പറ്റാതെ ആള് മാറി നമ്മൾ കാര്യങ്ങളിൽ എന്താ പറയുക, നമ്മൾ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് അവസാന ശ്വാസത്തോളം നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്ത് വേണം? ആരോഗ്യം വേണം. മോശ അവസാനം 120 വർഷം വരെ ജീവിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അവസാനം വരെ അദ്ദേഹത്തിന്റെ കാതുകൾക്ക് കേൾവിയുണ്ടായിരുന്നു, കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായിരുന്നു, ശരീരം അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. അദ്ദേഹം നെബോ മലയിൽ കയറി കർത്താവിനോട് വിട പറയും വരെ, കർത്താവ് അനുവദിക്കപ്പെട്ട സമയം വരെ ആരോഗ്യത്തോടെ ശുശ്രൂഷ ചെയ്തു. നമുക്കൊരു സ്വപ്നം വേണം, നമുക്ക് അന്ത്യത്തോടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റണം. എത്രയാണോ കർത്താവ് നിശ്ചയിച്ച ആയുസ്? ചിലപ്പോൾ 95 ആയിരിക്കാം, ചിലപ്പോൾ 97 ആയിരിക്കാം, ചിലപ്പോൾ 88 ആയിരിക്കാം, ചിലപ്പോൾ 73 ആയിരിക്കാം. ഇതാവട്ടെ പോകുന്നില്ല, ഇനി പേടിക്കണ്ടല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുമാകട്ടെ, പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് വെച്ച ആയുസ്സിൽ ഒന്നും കുറയാതെ നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കണം. ഒന്ന് കൈയെടുത്ത് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് എന്ത് തൊടാൻ പാടില്ല? നമ്മുടെ രോഗം തൊടാൻ പാടില്ല. അത് വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തോട് പറയുക, എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ പറയുക, കർത്താവ് വീണ്ടും നീ സൃഷ്ടിക്ക്, അത് പിടിച്ചിങ്ങോട്ട് പോകും. ഞാൻ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം പ്രാർത്ഥിക്കുക. ഓർമ്മകളുടെ കാര്യം, ബുദ്ധിയുടെ കാര്യം, കണ്ണിന്റെ കാര്യം, കാതിന്റെ കാര്യം, കാൽമുട്ടിന്റെ കാര്യം എല്ലാം പ്രാർത്ഥിക്കുക. നേരത്തെ അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊള്ളുക. എന്തെങ്കിലുമൊക്കെ പേടി ഉണ്ടെങ്കിൽ ആ പേടി മാറ്റി വെച്ച് പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവ് പറഞ്ഞിട്ടില്ലേ, കർത്താവിന്റെ ഇടയിലാവുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. അപ്പൊ മുട്ടിന്റെ വേദന എല്ലാം പോയി നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരോഗ്യം നമുക്ക് ഉണ്ടാകണം. ഇത്ര മനസ്സിലാകുന്നുണ്ടല്ലോ. കർത്താവ് വെച്ച ആയുസോളം നമ്മൾ ജീവിക്കണം. പറഞ്ഞ കർത്താവ് വെച്ച ആയുസോളം ആരോഗ്യത്തോടെ സുവിശേഷം പറഞ്ഞ് സാക്ഷിയായി ആർക്കും ഭാരമാകാതെ നമ്മൾ ജീവിക്കണം. അത്ര മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. പക്ഷെ നമ്മൾ ഇൻഷുറൻസ് എടുക്കും, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കും. എന്തിനാണ്? നമ്മൾ എടുത്താലേ രോഗികളായ ആളുകൾക്ക് സഹായിക്കാനാണ് ഇൻഷുറൻസ് കമ്പനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. മനസ്സിലായില്ലേ? നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയാണോ? അല്ല. പിന്നെയോ ആ കമ്പനി പൊട്ടിപ്പോകാതിരിക്കാനും ദൈവത്തിന്റെ വചനം കേൾക്കാത്ത അനേക ആളുകൾ ആശുപത്രിയിലാകുമ്പോൾ അവരെ
ആ കമ്പനിക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ ചാരിറ്റിയായിട്ട് കർത്താവ് എണ്ണും. നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം, നിർബന്ധമായിട്ട് എടുക്കണം. പ്രശ്നമോ അല്ലെങ്കിൽ വലിയ മൃഗത്തിന് പണിയാകും. സുവിശേഷം കേൾക്കുകയില്ല, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുകയില്ലെങ്കിൽ എന്ത് ചെയ്യാനുണ്ട്? പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇത് മനസ്സിലാവുന്നുണ്ടോ? ആ മനസ്സിലായി. ഒരു എറ്റേണൽ ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, എറ്റേണൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. എറ്റേണൽ LIC അല്ലേ, എറ്റേണൽ ലൈഫ് ഇൻഷുറൻസ് കർത്താവിലുണ്ട്. അത് വേണം. നിത്യജീവിതത്തിന്റെ ഒരു ഇൻഷുറൻസ് കൂടി എടുത്തേക്കണം കേട്ടോ. ഹല്ലേലൂയ, യേശുവേ നന്ദി, പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ ആരാധന. എത്ര മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അകാല മരണം, കിടപ്പ് രോഗികളായി പോവുക, ശരീരത്തിന് അവയവങ്ങൾ മുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക, കൂടെ കൂടെ അപകടങ്ങൾ വരിക, അസ്ഥികൾ ഒടിയുന്ന രീതിയിലുള്ള അപകടങ്ങൾ വരിക, ഹെമറേജ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെതിരെയുള്ള പിശാചിന്റെ പ്രവർത്തികളാണ്. നിങ്ങളുടെ ഇതിൽ ക്യാൻസർ ഉണ്ടോ നോക്കിക്കേ, ഹാർട്ട് അറ്റാക്കിന്റെ കാര്യങ്ങൾ, ബ്രെയിൻ ഹെമറേജ്, ലിവർ, നമ്മുടെ വൈറ്റൽ ഓർഗൻസ്, ലങ്സ്, കരൾ, കിഡ്നി, കരൾ പറഞ്ഞാൽ ലിവറാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ മാരോസ്, മസിൽസ്, ബോൺസ്, വെയിൻസ്, ഇതുപോലെ വളരെ വൈറ്റ് ബ്ലഡ്, അതുപോലെ വൈറ്റൽ ഓർഗൻസ്, ഗൈനിക് ഓർഗൻസ്, ഇതെല്ലാം നമ്മുടെ കുടുംബം പരിശോധിച്ച് നോക്കുക. എവിടെയെങ്കിലും തുടർച്ചയായുള്ള രോഗാവസ്ഥകൾ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളത് ഇന്നുകൂടെ ഈ ദിവസം നമ്മളത് അവസാനിപ്പിക്കണം. ഇനി തുടർന്നുകൊണ്ട് പോകാനായിട്ട് പിശാചിന് അനുവാദം കൊടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഹാർട്ട് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകണം, നമ്മുടെ എല്ലാ ആന്തരിക അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം ഉണ്ടാകണം. എവിടെയെങ്കിലും ഒരു വശപ്പിശക് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. പിന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണം ഒഴിവാക്കുക, എക്സർസൈസ് ചെയ്യണമെങ്കിൽ എക്സർസൈസ് ചെയ്യുക, വെയിൽ കൊള്ളണമെങ്കിൽ വെയിൽ കൊള്ളുക. പ്രിയപ്പെട്ട ദൈവമേ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനം ഉപയോഗിച്ച് ശരീരത്തെ ക്രമത്തിൽ നിലനിർത്തുക. നിങ്ങളുടെ ശരീരത്തിന്റെ ഉയരം എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കുക, അതിൽ 100 കുറയ്ക്കുക. അതിൽ നിങ്ങളുടെ വെയിറ്റ് ക്രമീകരിക്കുക. ഇപ്പം നിങ്ങളുടെ ശരീരത്തിന്റെ ഉയരം 170 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് 170 100 പോയി എത്രയാണ്? 70 നിർത്താനായിട്ട് ശ്രമിക്കുക. 69 ആണെങ്കിലും കുഴപ്പമില്ല, 70 ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എയർപോർട്ടിൽ പോകുന്ന പോലെ അത് ഒരു കിലോ ചിലപ്പോൾ കൺസെഷൻ കിട്ടുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മുടെ ഭക്ഷണക്രമം ക്രമീകരിക്കുക, വിലക്കപ്പെട്ട ഭക്ഷണം കഴിക്കാതിരിക്കുക. എന്ന് പറഞ്ഞാൽ 45 കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല, 45 കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല, 50 കഴിഞ്ഞ് കഴിക്കാൻ പാടില്ല, 50 കഴിഞ്ഞ് കഴിക്കാൻ പാടില്ല. അതിനുശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ പാവം വരുന്നത് വേണ്ടാത്തത് കഴിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ വേണ്ടാത്തത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിലക്കപ്പെട്ടത് എന്ത് കഴിച്ചാലും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. നമ്മുടെ കൊതി തീർക്കാനുള്ളതല്ല നമ്മുടെ ശരീരം. നമ്മുടെ ടേസ്റ്റ് ബെഡിന് വളമായി തീരാനുള്ളതല്ല നമ്മുടെ ശരീരം. നമ്മുടെ ടേസ്റ്റ് ബെഡിന് നമ്മൾ ടംഗ്ലിംഗ് ഉപയോഗിച്ച് തകർത്ത് കളയുക, മറിച്ച് നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ച് നമ്മൾ തകർക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? നല്ല ചൂട് ചായ എടുത്ത് കുടിച്ചാൽ മതി, ഈ ടേസ്റ്റ് ബെഡിന്റെ പ്രശ്നം മാറി കിട്ടും. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. 5 മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ, ബാക്കി നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ചില കുടുംബം കാണാൻ പറ്റില്ലേ, കൂടെ അപകടം ഉണ്ടാകുന്നു, കാലൊടിയുന്നു, വണ്ടി മുട്ടുന്നു, കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെയുള്ള പ്രശ്നം, ആംപ്യൂട്ടേഷൻ ഉള്ള പ്രശ്നങ്ങൾ, അകാല മരണങ്ങൾ. ഇപ്പം പ്രായം കുറഞ്ഞു വരുന്തോറും അതിന്റെ കേഴ്സിന്റെ വലിപ്പം കൂടുതലാണ് കരുതുക. മനസ്സിലാകുന്നുണ്ടല്ലോ? ചെറിയ പ്രായം താന്നു വരുന്തോറും ആ കുടുംബത്തിലെ അകാല മരണത്തിന്റെ ശല്യം കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു കുടുംബത്തിന്റെ ചരിത്രത്തിൽ ഒരു മുൻഗാമികളുടെ നമ്മുടെ കുടുംബം എടുത്ത് പരിശോധിക്കുമ്പോൾ അകാല മരണങ്ങളുടെ എണ്ണത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ, ഇപ്പൊ സ്നാപയോഹന്നാന്റെ മരണം അകാല മരണമല്ല, അതൊരു പ്രവാചകൻ തന്നെ ഉത്തരവാദിത്വം തീർത്ത് സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. എലിസബത്തിന്റെ വന്ധ്യത ഒരു ശാപമല്ല, അതൊരു സ്നാപകന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ വിശ്രമ സമയമാണ്. അത് അങ്ങനെ ചില സംഭവങ്ങൾ ബൈബിളിലുണ്ട്. അതായത് ഒരു കുടുംബത്തിൽ ഒന്നിലധികം 2, 3, 4 സംഭവങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ അതിൽ പിശാചിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ട് തിരിച്ചറിയും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചിട്ട് നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രത്തെ നമ്മൾ മലിനമായി കാണാനായിട്ട് പാടില്ല. ഇത്ര മനസ്സിലല്ലോ? അപ്പൊ രണ്ടാമത് കാണുന്ന പ്രശ്നം എന്താണ്? ആയുഷിനെതിരെ, ആരോഗ്യത്തിനെതിരെയുള്ള ശത്രുവിന്റെ പോരുകൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, പാരമ്പര്യ രോഗങ്ങൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. പിശാച് അവിടെ കയറിയിട്ടുണ്ട്, ശത്രു വന്നിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക, അത് കർത്താവിന് മുമ്പിൽ കൊണ്ടുവരിക, അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ആ ഭാഗങ്ങൾ ഇനിയുള്ള അടുത്ത ഞായറാഴ്ചയും അതിനുശേഷമുള്ള ഈ മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയുമായി നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും.
അതുകൊണ്ട് ഈ അടുത്ത ഞായറാഴ്ചയും തുടർന്നുള്ള ഞായറാഴ്ചയും നിങ്ങൾ വരികയും മാത്രമല്ല കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ 2 കാര്യങ്ങളാണ് കണ്ടത്. ഒന്നെന്താണ് ഭൗതിക, ആത്മീയ, മാനസിക, വൈകാരിക തലത്തിനെതിരെയുള്ള പോരാട്ടം. രണ്ടാമത്തെ നമ്മൾ കണ്ടത് ആയുസ്സിനും ആരോഗ്യത്തിനും എതിരെയുള്ള പോരാട്ടം. അതിലെന്താണ് ഏറ്റവും ഗുരുതരമായ എന്താണ് അകാല മരണം. പിന്നെ വരുന്ന എന്താണ് മാരക രോഗങ്ങള്, പാരമ്പര്യ രോഗങ്ങള്, തീരാവ്യാധികള്, മനസ്സിലാകുന്നുണ്ടല്ലോ, അലർജി രോഗങ്ങള്. ഇതെല്ലാം ഇതിന്റെ ഒരു നിർവചനത്തിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ തകർച്ചയാണ്. വിവാഹത്തിന്റെ തകർച്ച, കുടുംബ തകർച്ച. അത് ഏറ്റവും ഗുരുതരം എന്ന് പറയുന്നത് വിവാഹമോചനമാണ്. അതിന്റെ താഴെ വരുന്നതാണ് എന്ത് അകന്നു ജീവിക്കുക. അതിന്റെ താഴെ വരുന്നതാണ് ഒരു വീട്ടിൽ തന്നെ 2 മുറിയിൽ കിടന്ന് ഉറങ്ങുക. അതിന്റെ താഴെ വരുന്നതാണ് എന്ത് കലഹിച്ച് ജീവിക്കുക. എന്നും ആർഗ്യുമെന്റ്, നേരിൽ കണ്ടാൽ ബഹളമാണ്. എന്നാൽ സ്നേഹം ഉണ്ടെന്നില്ല, സ്നേഹമുണ്ട്. ഒരാൾ നാട്ടിലൊരാൾ ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല. ഹല്ലേലൂയ. ഒരുമിച്ച് ഒരു റൂമിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക്, ഒരു വീട്ടിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും വെടിയും പുകയുമായി ഇറാനും ഇസ്രായേലുമായി നിൽക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥ. പ്രിയപ്പെട്ട ദൈവജനമേ, അത് ദൈവം അനുവദിച്ചല്ലത്. അങ്ങനെ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പിശാചുണ്ട്. ഈശോ കായനോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്. ശത്രു നിന്റെ പാപം നിന്റെ വാതിൽപ്പടിയിൽ കാവലിപ്പുണ്ട്. പല കുടുംബങ്ങളുടെയും, അനേക കുടുംബങ്ങളുടെ വാതിൽപ്പടിയിൽ പിശാച് നിൽപ്പുണ്ട്, ശാപമായിട്ട് നിൽപ്പുണ്ട്. ദമ്പതികളെ ഭിന്നിപ്പിക്കുവാൻ, കലഹിപ്പിക്കുവാൻ, വെറുപ്പിക്കുവാൻ, ഇഷ്ടമില്ലാതിരിക്കുവാൻ, വാശി പിടിപ്പിക്കുവാൻ, ആർഗ്യുമെന്റിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അതുപോലെ തന്നെ ഒരു ഫ്രോസൺ ഫീലിംഗ് കൊടുത്ത് 2 പേരെ അകറ്റി നിർത്താനായിട്ട്, 1 ഫ്ലഷ് ആകാതിരിക്കാനായിട്ടുള്ള ക്രമങ്ങൾ, എങ്ങനെയെല്ലാം പിശാച് പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അതിനെല്ലാം നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചറിയുക. ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് 2 മുറിയിൽ ഉറങ്ങിയവരായിരിക്കാം. നമ്മുടെ പേരൻസ് 2 മുറിയിൽ കിടന്ന് ഉറങ്ങിയവരായിരിക്കാം. അതുകൊണ്ട് നമ്മളും അങ്ങനെ ഒരു രീതിയിലേക്ക്, ഒരു ഘട്ടത്തിലേക്ക് പോയേക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. നമ്മളെ വാശി പിടിപ്പിക്കും. ഇതുപോലെ വാശി, ദമ്പതികൾക്ക് വാശി കൊടുക്കുന്ന പോലെ പിശാച് ആർക്കും വാശി കൊടുക്കുകയില്ല. നാളെ ഖമനയും നെതന്യാഹും തമ്മിൽ കോംപ്രമൈസ്, ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല, കോംപ്രമൈസ് ചെയ്താൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കോംപ്രമൈസ് ചെയ്യുക. അറിയാവോ എന്ത് വാശിയാണെന്ന് അറിയാവോ? ആർക്ക് വേണ്ടിയിട്ട്? ഓർക്കണം, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഓർക്കണം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മക്കളുടെ അപ്പനും കൂടിയാണ്. ഇത് സിമെന്റിനെക്കാളും വലിയ സംഭവമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഇത് പൊളിക്കാൻ പറ്റില്ല. ദൈവത്തിന് പൊളിക്കാൻ പറ്റാത്ത ഏക സംഭവം എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധമാണ്. ഹല്ലേലൂയ. ആ ഭാര്യാഭർത്തൃ ബന്ധം ദൈവം നിശ്ചയിച്ചതായതുകൊണ്ട്, അതുകൊണ്ട് അത്ര തീക്ഷ്ണമായിട്ട് ദൈവം പറഞ്ഞ് ഞാനത് വെറുക്കുന്നു എന്ന് പറയുന്നത്. ഒരു ഭാര്യ ഭർത്താവും അകന്നിരിക്കുമ്പോൾ ദൈവം എന്തുമാത്രം അതിനെ അകൽച്ച വെറുക്കുന്നുണ്ടെന്ന് അറിയാമോ? ഈ വെറുപ്പിനെ ഈ വെറുപ്പിനെ ദൈവം നമ്മുടെ അകൽച്ചയെ വെറുക്കുന്നു എന്ന അറിവിനെ എന്താ പറയുക അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മൾ വെറുക്കുന്നത്. പിന്നെ എങ്ങനെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എങ്ങനെ ഈ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? എങ്ങനെ ദൈവത്തിന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും? എങ്ങനെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ഒരു നിസ്സാര കാര്യം. അതുകൊണ്ട് മൂപ്പിച്ചു തരും. ഞാൻ പച്ച മലയാളത്തിൽ പറയുകയാണ്, പിശാച് ഭാര്യ ഭർത്താക്കന്മാരെ ശരിക്കും മൂപ്പിക്കും, വാശി പിടിപ്പിക്കും, കലഹിപ്പിക്കാൻ, ആർഗ്യൂ ചെയ്യാനായിട്ട്. ഒന്ന് വാടച്ചുകൂടെ? ഇത്ര നാൾ വാ തുറന്നില്ലേ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ലല്ലോ. അടച്ചുകൂടെ? ഒന്ന് സമാധാനത്തിലേക്ക് വന്നുകൂടെ? ആർക്ക് വേണ്ടി? ആരാ ജയിച്ചിട്ടുള്ളത് ഇതുവരെ? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കുടുംബത്തിൽ തർക്കം വന്നിട്ട് ആരാ ജയിച്ചിട്ടുള്ളത് ഇതുവരെ? കുഞ്ഞുങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുക. പ്രൈസലോ, നിർത്താമെങ്കിൽ നിർത്ത്. ഇനി ഈ ഒരു അകൽച്ച, ഈ ഒരു വേർപാട്, ഈ ഒരു സ്നേഹക്കുറവ്, ഈ ഒരു ഇഷ്ടക്കുറവ്, ഈ ഒരു ഒന്നാകലിൽ വരേണ്ട ഐക്യത്തിൽ ഉണ്ടാകുന്ന കുറവ് ദൈവം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ദൈവം വെറുക്കുന്നുണ്ടെങ്കിൽ, ഈ ദൈവം ഇഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടുന്നത് എന്തൊരു അപകടമാണെന്ന് നോക്കി. ദമ്പതികളുടെ അകൽച്ച ദൈവം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അത് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ദൈവത്തിനടുത്തേക്ക് നമുക്ക് എങ്ങനെ കടന്നു ചെല്ലാനായിട്ട് പറ്റും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അടുത്തത് പ്രിയപ്പെട്ട ദൈവമേ, അതുകൊണ്ട് എല്ലാ സ്ട്രെയിൻ റിലേഷൻഷിപ്പും, കഠിനമായ വിദ്വേഷത്തിലും അകലശിലും കഴിയുന്ന കാലങ്ങളിൽ എന്തുകൊണ്ട് ക്രമീകരിക്കുക. ആരാദ്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ ഭയപ്പെടുന്ന ആളും കർത്താവിനെ സ്നേഹിക്കുന്ന ആളും ആദ്യമായി രമ്യതയ്ക്ക് വേണ്ടി മുമ്പോട്ട് ഇറങ്ങുക. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ. അതിന്റെ അടുത്തൊരു ഭാഗമാണ് വിവാഹം നടക്കാതിരിക്കുക. അപ്പൊ വിവാഹത്തിന്റെ മോചനം, കലഹിച്ച് ജീവിക്കുക, വേർപെട്ട് ജീവിക്കുക, 2 മുറി ഉറങ്ങുക. ഇതിന്റെ മറുവശമുണ്ട്, എന്ത്? വിവാഹമേ നടക്കാതിരിക്കുക. അതിന് 2 വശമുണ്ട്. ഒന്ന്, ഒരിക്കലും വിവാഹം നടക്കാതിരിക്കുക, അല്ലെങ്കിൽ സമയത്ത് വിവാഹം നടക്കാതിരിക്കുക. ഡിലേ ഇൻ മാരേജ്, ബ്ലോക്ക് ഇൻ മാരേജ്, സെപ്പറേഷൻ ഓഫ് മാരേജ് ഓർ ബ്രേക്കിംഗ് ഓഫ് മാരേജ്. ഇതെല്ലാം കുടുംബ തകർച്ചയുടെ, വിവാഹ തകർച്ചയുടെ ശാപഗ്രസ്തമായ അടയാളങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇത് 3ാമത്തെ അടയാളമാണ്.
ഇനി ഒരു 7 അടയാളങ്ങൾ കൂടിയുണ്ട്. പിശാച് ഒരു കുടുംബത്തിൽ ശാപവുമായി വന്നാൽ കാണാൻ പറ്റുന്ന മറ്റൊരു 7 അടയാളങ്ങൾ കൂടിയുണ്ട്. അത് വരും ദിവസങ്ങൾ കാണാനായിട്ട് സാധിക്കും. പരിശോധിക്കുക. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. ഇതിന്റെ പരിഹാര മാർഗങ്ങളും ഇത് കൊണ്ടുവരുന്ന പിശാചുമായുള്ള ഉടമ്പടികളും നമ്മൾ പിന്നീട് ഒരു ദിവസം നമ്മൾ കാണുന്നതായിരിക്കും. നമുക്ക് എണീറ്റ് നിൽക്കാം. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്താം. ഫയർ റെഡിയാകുമ്പോഴേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളും മറ്റ് സമാനമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈശോയ്ക്ക് കൊടുത്ത് തൽക്കാലം ഈശോയുടെ കുരിശിലേക്ക് കൊടുത്ത് ഒരു കാര്യം നമുക്കറിയാം, ക്ലാസ് കേട്ടാലും കേട്ടില്ലെന്ന് നമുക്കറിയാം, കുടുംബ വൃക്ഷത്തിന്റെ സൗഖ്യം കുരിശാകുന്ന വൃക്ഷത്തിലൂടെയാണ്. പറഞ്ഞേ, കുടുംബ വൃക്ഷത്തിന്റെ സൗഖ്യം കുരിശാകുന്ന വൃക്ഷത്തിലൂടെയാണ്. കുടുംബ വൃക്ഷത്തിന്റെ സൗഖ്യം കുരിശാകുന്ന മരത്തിലൂടെയാണ്. The healing of the tree of our family tree is through the tree that God the Father has planted on the Mount Calvary. മൗണ്ട് കാൽവരിയിൽ, കാൽവരി മലയിൽ പിതാവായ ദൈവം സ്ഥാപിച്ച കുരിശാകുന്ന മരത്തിലൂടെയാണ്, വൃക്ഷത്തിലൂടെയാണ് എല്ലാ കുടുംബ വൃക്ഷങ്ങളുടെയും സൗഖ്യം. കണ്ണുകളടച്ച് മാതാപിതാക്കന്മാരുള്ളവരെല്ലാം കൈയുയർത്തിക്ക്. ഒരു കാലത്ത്, ഇപ്പോഴോ ഒരു കാലത്തോ അപ്പനമ്മ ഉണ്ടായിരുന്നവരെല്ലാവരും കൈയുയർത്തിക്ക്. അമ്മ ഉണ്ടായിരുന്നു, അപ്പനുണ്ടായിരുന്നെങ്കിൽ കൈയുയർത്തിക്ക്. നിങ്ങളുടെ അമ്മയ്ക്ക് അമ്മയുണ്ടായിരുന്നു, അപ്പനുണ്ടായിരുന്നെങ്കിൽ കൈയുയർത്തിക്ക്. കണ്ണടച്ച് എല്ലാ വിഷമം കൊടുത്തു. കുടുംബത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും, ആത്മമണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, മനസ്സിന്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, വൈകാരിക തലത്തിലെ പ്രശ്നങ്ങൾ, ശരീരത്തിന് ആരോഗ്യം, അകാല മരണം, ആയുസ്സുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, അലർജി രോഗങ്ങൾ, അപകടങ്ങൾ, അസ്ഥി ഭ്രംശങ്ങൾ എല്ലാം സമർപ്പിച്ച കർത്താവിന് മുമ്പിലേക്ക്. വിവാഹത്തിലെ ഞെരുക്കങ്ങൾ, വിവാഹത്തിന്റെ എല്ലാ അശുദ്ധിയും ആർഗ്യുമെന്റ്സും എല്ലാ തരത്തിലുള്ള സ്ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന പ്രക്ഷുബ്ധമായിരിക്കുന്ന ദൃശ്യം കർത്താവിന് കൊടുത്ത് കരങ്ങൾ ഉയർത്തി ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ രക്തമേ എന്റെ കുടുംബത്തെ കഴിയണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും യേശുവിന്റെ രക്തമേ എന്റെ കുടുംബത്തെ കഴിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പിതാക്കന്മാരെ കഴിയണമേ, എന്റെ കുടുംബ വൃക്ഷത്തെ കഴിയണമേ, എന്റെ മുൻ തലമുറകളെ കഴിയണമേ, എന്റെ നിലവിലുള്ള തലമുറകളെ കഴിവ് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ച് കുടുംബത്തെ കഴുകണമേ, എന്റെ പിതാക്കന്മാരെ കഴുകണമേ, അകൃത്യങ്ങളും അക്രമങ്ങളും അതിക്രമങ്ങളും കഴുകി മാറ്റണമേ. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കൈകൾ വിരിച്ചു പിടിച്ചു പ്രാർത്ഥിച്ചേ. കഴുകണമേ, കഴുകണമേ, പിതാക്കന്മാരെ ചേർത്ത് പിടിച്ചേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ.
വ്യക്തികളെ കർത്താവ് തൊടുകയാണ്. ഒരു നട്ടലുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു പ്രശ്നത്തിന്റെ മേലെ ആരും പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൈവയ്ക്കുന്ന സമയമാണ്. കർത്താവ് കൈവയ്ക്കുന്ന സമയമാണ്. ഉദരത്തിലുള്ള ഒരു പ്രശ്നം, അൾസർ പോലെ വന്ന് വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പേര്, ഇൻഡസ്ട്രി പിടിപ്പിക്കപ്പെടുന്ന വിഷയത്തിന്റെ പേര് ദൈവം കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സുഖം തരുന്ന സമയമാണ്. സമർപ്പിച്ച് അസ്ഥികളെ സമർപ്പിച്ച് ഉദര സംബന്ധമായ വിഷമങ്ങളെ സമർപ്പിച്ച് കർത്താവിത തൊടുന്ന സമയമാണ്. രണ്ടുപേരുടെ ലങ്സിലേക്ക് ഒരു റെസ്പിറേറ്ററി സിസ്റ്റമായി അതിന്റെ ഒരു വിഷമത്തെ കർത്താവ് എടുത്തു മാറ്റുന്ന സമയമാണ്. അലർജി രോഗം പോലെ വരുന്ന ഒരു പ്രശ്നത്തിന്റെ പേര് കർത്താവ് കൈവയ്ക്കുന്ന സമയമാണ്. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രണ്ടുപേരുടെ വിവാഹ തടസ്സത്തിന്റെ മേല് ദൈവം തീയിറക്കുകയാണ്. ദൈവം തീയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് രണ്ട് വിവാഹങ്ങളെ കൊണ്ട് തുറക്കുകയാണ്. തടസ്സം മാറ്റി ദൈവം തുറക്കുന്ന സമയമാണ്. പ്രാർത്ഥിച്ച് മൂന്ന് ദമ്പതിമാര് കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. ദൈവം തുറക്കുന്നു ഉദരത്തെ. ദൈവം വീണ്ടും ഉദരത്തെ തുറന്നു. 3 പേർക്ക് തീരുമാനം മാറ്റാനുള്ള ജ്ഞാനം കൊടുത്ത് അവർക്ക് കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുന്നു. 3 ദമ്പതിമാർ മതി എന്ന് പറഞ്ഞെടുത്ത് ദൈവം അത് പോരാ എന്ന് പറഞ്ഞ് അനുഗ്രഹത്തെ തുറക്കുന്ന സമയമാണ്. മൂന്നാമത്തെ കുട്ടി വരികയാണ്. മൂന്നാമത്തെ കുട്ടി 3 പേർക്ക് വരികയാണ്. സമയമാണ്. അനുഗ്രഹം പ്രാപിക്കുന്ന സമയം. കടന്നു വരണമേ.
അനേക കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ അഗ്നിതരംഗങ്ങളായിട്ട് കണ്ടു. വലിയ സമാധാനം, സന്തോഷം എല്ലാ കുടുംബങ്ങളിലേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷയുടെ ലിങ്ക് ഞങ്ങൾ ഈ നാളെ മറ്റന്നാളുമായിട്ട് ഇടുന്നുണ്ട്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടിട്ട് വേണം അടുത്ത ആഴ്ച വരുവാനും. നിങ്ങൾ കാണുകയും ചെയ്യണം. നിങ്ങൾക്ക് അറിവുള്ളവർക്ക് നിങ്ങളുടെ കോൺടാക്റ്റിലേക്ക് അയച്ചു കൊടുക്കുകയും വേണം. അവരോട് പറയണം ഇങ്ങനെ ശുശ്രൂഷയാണ് ഇവിടെ ഉള്ളത്, തീർച്ചയായിട്ടും വരണം. അതിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ആഴ്ചത്തിന് 2-3 പ്രാവശ്യം അത് റിപ്പീറ്റായിട്ട് നിങ്ങൾ കേൾക്ക് അയച്ചു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു കാര്യം, നിങ്ങൾ കേൾക്കുന്നത് വചനമാണ്. കേൾക്കുന്നത് വചനമാണ്. വചനം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. വചനം നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നു. വചനം നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വചനം എന്നോട് പറഞ്ഞത് 3 അധ്യായമെങ്കിലും ഉറക്കെ വായിച്ചിട്ട് ഇവരോട് വരാൻ പറയണം. അത് യോഹന്നാന്റെ സുവിശേഷം ഉറക്കെ വായിച്ചിട്ട് നിങ്ങൾ വരാൻ പറയണമെന്ന്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടുന്നു. ശിശുമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.